അനുദിനം നിൻ പാദഗതിയെ അറിയാനും നിൻ കൃപമതിയെ വൻവിനാകൾ വന്നേഴുകിൽ വലയുകയിൽ ഹൃദയം വല്ലഭൻ നീ എന്നഭയം വന്നിടുമോ പിന്നെ ഭയം വല്ലഭൻ നീ എന്നഭയം വന്നിടുമോ പിന്നെ ഭയം പാതിടും ഞാൻ നിന്തണലിൽ പാതിടാൻ നിന്തണലിൽ മരണദിനം വരുമളവിൽ മറഞ്ഞിടും ഞാൻ നിന്മാതിരത്തിൽ മരണദിനം വരുമളവിൽ മറഞ്ഞിടും ഞാൻ നിന്മാതിരത്തിൽ അനുഗ്രഹത്തിൻ നദിയെ. നാം സങ്കല്പം നമുക്ക് വായിക്കാം. യഹോവയുടെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകില്ല. പച്ചയായ പുൽപ്പുറങ്ങൾ അവൻ എന്നെ കിടത്തുന്നു, വസ്തുക്കളുടെ വെള്ളത്തിനരികത്തേക്ക് എന്നെ നടത്തുന്നു. എന്നെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു, തിരുനാമനിർത്തി എന്നെ നീതിപാതകളിൽ നടത്തുന്നു. ഊരിൽ താഴ്വിൽ കൂടി നടന്നാലും ഞാൻ ഒരർത്ഥവും ഭയപ്പെടുകയില്ല. ഈ എന്നോടുകൂടി ഇരിക്കുന്നവരോ നിന്റെ വഴിയും കൂടി എന്നെ ആശ്വസിപ്പിക്കും. എൻ്റെ ശത്രുക്കൾ കാണുക നീ എനിക്ക് വിരുന്നൊരുക്കുന്നു. എൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. എൻ്റെ പാനപാത്രം നിറഞ്ഞു കവിയുന്നു. നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെ എന്നെ പിന്തുടരും. ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. നമ്മുടെ ദൈവമായ കർത്താവിന്റെ പരിശുദ്ധ നാമത്തില് ഈ പകൽക്കാലം നമ്മുടെ വിചാരങ്ങളെക്കാൾ അപ്പുറമായി നമ്മൾക്ക് വിചാരപ്പെടുന്ന കർത്താവ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ വളരെ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത് നമ്മുടെ നിങ്ങളുടെ വിവാഹകാലം അനുഗ്രഹമായി നടക്കുവാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രതികൂലമായ പല സാഹചര്യങ്ങളുണ്ടായിരുന്നു. എന്നാൽ നമ്മുടെ ദൈവത്തോടും കണ്ണുനീരോട് പ്രാർത്ഥിച്ചു പ്രാർത്ഥന കേൾക്കുന്ന ദൈവം നമുക്ക് വേണ്ടി വഴികൾ തുറന്നു. എല്ലാ കാര്യങ്ങളും നമുക്ക് അനുകൂലമായിട്ട് ഇന്ന് പകൽക്കാലം സന്തോഷത്തോടെ പ്രാർത്ഥനയോടുകൂടെ ഭവനത്തിൽ നിറങ്ങുന്ന സമയം മുതൽ കുഞ്ഞുങ്ങളുടെ വിവാഹ ജീവിതം ഇന്ന് പകൽക്കാലം ആരംഭിക്കുമ്പോൾ സ്വർഗം അവർക്ക് വേണ്ടി അത്ഭുതങ്ങളെ പ്രവർത്തിക്കുവാൻ ഈ ഭൂമിയിലെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട വിശ്വസ്ത ഒരു കുടുംബം ബുദ്ധിമാൻ ആഴത്തിൽ പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിത പോലെ ജനിച്ചവന്റെ ഭവനം ഒരു അനുഗ്രഹിക്കപ്പെട്ട ഭവനമായി തീരുവാൻ ദൈവം അബ്രഹാമിന് നൽകി കൊടുത്ത സകല അനുഗ്രഹങ്ങളും അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെ ദൈവമായ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തിൽ കുടുംബത്തിലുണ്ടാകുവാൻ പ്രത്യേകിച്ച് ഈ സന്തോഷ സമയത്ത് നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ ദൈവം കൃപ തന്നതിനായി സ്തോത്രം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ കഴിഞ്ഞ ദിവസങ്ങളിൽ മരണത്തോടടുത്ത നിമിഷങ്ങളുണ്ടായി. ഡോക്ടർ കൈയൊഴിഞ്ഞ സമയമുണ്ടായി. ഞാൻ കണ്ണുനീര് കാണുന്ന ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ കണ്ണുകൊണ്ട് കാണുവാൻ ഭൂമിയിൽ ആരോഗ്യത്തോടെ ബലത്തോടെ ചൈതന്യത്തോടെ ഇന്ന് പകൽക്കാലം പ്രാർത്ഥനയുടെ ഉത്തരത്തിന്റെ അനുഭവം കാണുവാൻ ദൈവം കൃപ തന്നതിനായി സ്തോത്രം. നമ്മൾ പ്രാർത്ഥനയോടുകൂടെ ഈ സമയം ഭവനത്തിൽ ഇറങ്ങുകയാണ്. പ്രത്യേകിച്ച് നമ്മുടെ യാത്രയ്ക്കും പ്രിയപ്പെട്ട വത്സാടുന്ന സമാധാനത്തോടെ കടന്നു വന്ന് സന്തോഷത്തോടെ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നമ്മൾ വിചാരിച്ചതിനേക്കാൾ അപ്പുറമായി അനുഗ്രഹമായി നടക്കുവാൻ ദൈവം കൃപ നൽകേണ്ടതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, അവിടുത്തെ പ്രിയപുത്രനും ഞങ്ങളുടെ രക്ഷകനുമായ കർത്താവായ യേശുക്രിസ്തുവിന്റെ വലിയൊരു നാമത്തിൽ ഈ സമയം ഞങ്ങൾ അവിടുത്തെ തിരുസന്നിധിയിലേക്ക് അടുത്തു വരുന്നു. അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമായ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തിൽ പരിശുദ്ധ പിതാവേ, അവിടുത്തെ പ്രിയപുത്രനും ഞങ്ങളുടെ രക്ഷകനുമായ യേശു കർത്താവിന്റെ നാമത്തിൽ ഈ അനുഗ്രഹിക്കപ്പെട്ട സമയം ഞങ്ങൾക്ക് നൽകി തന്നതിനായി സ്തോത്രം. കർത്താവേ, ഞങ്ങളുടെ ഹൃദയം തകർന്നു പതറിപ്പോയ സമയമുണ്ടായി, എങ്ങനെയാകുമെന്ന് ചിന്തിച്ച സമയമുണ്ടായി. എന്നാൽ ഞങ്ങൾ ഒന്ന് ചെയ്ത് ദൈവത്തോട് പ്രാർത്ഥിച്ചു. യഹോവയിൽ ആശ്രയിക്കുന്നവരെന്നേക്ക് ഉറച്ചു നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെയാകുന്നു. ഞങ്ങൾ നിശ്ചയിച്ച് ആഗ്രഹിച്ചു പ്രാർത്ഥിച്ച ദിവസം തന്നെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിവാഹം നടക്കത്തെ കൊണ്ടും ദൈവം ഞങ്ങൾക്ക് സകലവും അനുകൂലമാക്കി തന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, പ്രകൃതിയെ ഞങ്ങൾക്ക് അനുകൂലമാക്കി ഞങ്ങൾ ഭവനത്തിൽ യാത്ര തിരിക്കുന്ന സമയം മുതൽ ഹോളിലെത്തുവോളും കർത്താവ് പ്രിയപ്പെട്ട സമാധാനത്തോടെ ഞങ്ങൾ ചെല്ലുമ്പോഴോട് ഹോളിലെത്തുകയും
സന്തോഷത്തോടെ ആനന്ദത്തോടെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വിവാഹ ശുശ്രൂഷ നടക്കുവാൻ സ്വർഗം പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സമയം കർത്താവേ, ഞങ്ങളുടെ പ്രിയ കുഞ്ഞുങ്ങൾ വിദേശത്തായിരിക്കുന്നവരെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വിഷമോളും കുടുംബവും കർത്താവെ, ജൂലുകളും കുടുംബവും വിഷമങ്ങളുണ്ടായിരിക്കുന്നതാണ്. എന്നാൽ സാഹചര്യങ്ങളുടെ നടുവിൽ കർത്താവെ അവർക്ക് കടന്നു വരാൻ സാധിക്കുന്നില്ല. എന്നാൽ ഓൺലൈനിൽ അവർ ഞങ്ങളോട് ഒന്നിച്ചായിരിക്കുന്ന കർത്താവെ, അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ, അവരെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. എല്ലാ അനുഗ്രഹങ്ങളാലും നിറയ്ക്കണം. ഒന്നിച്ച് കുടുംബമായിട്ട് സന്തോഷിച്ച് ആനന്ദിച്ച് പ്രാർത്ഥിച്ച് ദൈവകരങ്ങൾ ഏൽപ്പിച്ച് ഇന്ന് ഈ പകൽക്കാലം കൊണ്ട് ഞങ്ങൾക്ക് യാത്ര തിരിക്കുവാൻ ദൈവാവസരം നൽകിയതിനായി സ്തോത്രം ചെയ്യുന്നു. സകല വിഷയം കർത്താവികരങ്ങൾ ഏൽപ്പിക്കുന്നു. ഒരു പ്രാവശ്യം കൂടെ എല്ലാ ആവശ്യങ്ങളെയും എല്ലാ അവസ്ഥകളെയും ദൈവകരങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെ ദൈവമായ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തിൽ ഈ ഭവനം അനുഗ്രഹിക്കപ്പെടുവാൻ, ഈ ഭവനത്തിലേക്ക് ദൈവം കൊണ്ടുവന്നായ പ്രിയ പൈതൃക അനുഗ്രഹമായി തീരുവാൻ ദൈവയുടെ ആക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടനായി സ്തോത്രം. പരിശുദ്ധ നാമത്തിൽ മകൻ ജനിപ്പിനെ പിതാവിന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ദൈവദാസനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലെ സകല അനുഗ്രഹങ്ങളാൽ ദൈവം തന്റെ പിതാക്കന്മാർക്ക് വാഗ്ദത്തം ചെയ്ത സകല വാഗ്ദത്തങ്ങളും ദൈവത്തിന്റെ മേൽ പകർന്നു നിർത്താവേ. അനുഗ്രഹമായ ഒരു കുടുംബ ഭൂമിയിൽ പണിയുവാൻ ദൈവം കൃപ നൽകണമേ. പരിശുദ്ധാത്മാവിന്റെ നിറവിനാൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അടിയൻ പൈതങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ കർത്താവുടേതിനായി സ്തോത്രം. അവരുടെ എല്ലാ ശുശ്രൂഷകളിലും കൂടിയിരിക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു കർത്താവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. പിതാവേ, കേൾക്കുമാറാകണമേ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും നാം എല്ലാവരോടും ഇന്നത്തെ വിവാഹ ശുശ്രൂഷയോടും തുടർന്ന എല്ലാ കാര്യങ്ങളോടുകൂടെ കർത്താവിന്റെ വരുവരെയും കൃപയും മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. Only go down, down, down. Walk on the edge and I'm scared of the ground, ground, ground. Talking to God but I'm hearing no sound, sound, sound. Yeah, and I pray for you. Nobody else made me feel like the world can't wait. Oh, nothing else matters but your skin on me. Baby, you are the answer. When the world is trying to take my pride, when I was ready to drown, drown, drown. Yeah, you showed me love when everybody had doubts. Yeah, looking at you and all I do is feel proud, proud, proud. Oh, ain't nobody else made me feel like the world can't wait. Oh, nothing else matters but your skin on me. Baby, you
विवाह को प्रभु जी आपने संपन्न किया, इसलिए हम आपको धन्यवाद देते हैं। प्रभु हम प्रार्थना करते हैं कि आपकी योजना इस परिवार के प्रति जो है वो संपूर्ण होने पाए। आज की सभा की कमान को खुदा आपके हाथों में समर्पण करते हैं, हमें अगुवाई कर यीशु के नाम से मांगते हैं, आमीन। उनके बारे में कुछ बातों को कहना चाहता हूँ। भाई जिमी जो है उनके पिता है ब्रदर मिस्टर शाजी केसी और उनकी माता है मिस्टर सुधि। वे कोलीकुटी हाउस के हैं और केरला में उनका जो घर है वेनिकुलम में है और सूरत में जो है वे मगरू में रहते हैं। उनकी बहन है जिशा बहन, जो इस समय में हमारे मध्य में नहीं है, विदेश में है और वो अभी हमारे साथ ऑनलाइन में जुड़े हुए हैं, तो उनको भी आज याद करते हैं, बहन जिशा, भाई बैजू और उनका प्यारा बेटा डेनिस को भी। उसी के साथ जिनेट भाई की बहन जूली जो है वे भी इस समय में विदेश में है, तो उनको भी याद करते हैं, बहन जूली और भाई लेसन के लिए। भाई जिनेट ने जो है उनके MBA की पढ़ाई को संपन्न कर वे एक बिजनेस को चलाते हैं जो उनके पिताजी के हैं, उस बिजनेस को चलाते हैं, साथ ही साथ वे एक एजुकेशन कंसल्टेंट है। अभी कुछ बातों को मैं आज की जो मुख्य अतिथि, आज की रानी मेरिन के बारे में कहना चाहता हूँ। मेरिन वर्गीस जो है मिस्टर TG वर्गीस और मिसेस सूसन के सुपुत्री हैं और उनका जो घर है वो मन्नार केरला में है और वो मणिपुरा तोपिल परिवार से है और यहाँ पर गुजरात में वे वलसाड़ में रहते हैं। मेरिन की एक सगी बहन है, कहा जाए तो जुड़वा बहन है जो उनसे 2 मिनट बड़ी है और उनका नाम है बहन, उनका नाम है सिस्टर एल्सा और उनके पति का नाम है ब्रदर यूसुफ और उनको परमेश्वर ने एक प्यारी बेटी दी है जिनका नाम है इला। वे लोग इस समय में केरला में हैं और वे लोग भी लाइव के माध्यम से आज के विवाह में जुड़े हुए हैं और उनकी एक और छोटी बहन है जिनका नाम है प्रिंसी और वो आज के सभा में आप उनको गाना को गाते हुए देखेंगे। मेरिन ने जो उनके बीएड की पढ़ाई को संपन्न किया है और उसके पश्चात वे एक टीचर के रूप में डिवाइन स्कूल महसाना में पढ़ाया है। The word of God says in Psalm 9:1, I will give thanks to the Lord with all my heart. I will recount all of your wonderful deeds. I will be glad and rejoice in you. I will sing the praises of your name, O Most High. Oh, give thanks to the Lord, for He is good and His mercy endures forever. Let us sing this song of thanksgiving together with the choir, remembering God's faithfulness and uncountable blessing. हम इस गीत को गाकर परमेश्वर ने हमारे जीवन में जो काम किए हैं उनको याद करेंगे और प्रभु को धन्यवाद के भेंट को चढ़ाएंगे। Yeah.
मेरा हृदय एक सुंदर विषय की उमंग से उमड़ रहा है। जो बात मैंने राजा के विषय रची है उसको सुनाता हूँ। मेरी जीभ निपुण लेखक की लेखनी बनी है। तू मनुष्यों की संतानों में परम सुंदर है। तेरे होठों में अनुग्रह भरा हुआ है, इसलिए परमेश्वर ने तुझे सदा के लिए आशीष दी है। हे वीर, तू अपनी तलवार को जो तेरा वैभव और प्रताप है अपनी कटी पर बांध। सत्यता, नम्रता और धर्म के निमित्त अपने ऐश्वर्य और प्रताप पर सफलता से सवार हो। तेरा दाहिना हाथ तुझे भयानक काम सिखलाए। तेरे तीर तो तेज है। तेरे सामने देश देश के लोग गिरेंगे। राजा के शत्रुओं के हृदय उनसे छिड़ेंगे। हे परमेश्वर, तेरा सिंहासन सदा सर्वदा बना रहेगा। तेरा राजदंड न्याय का है। तूने धर्म से प्रीति और दुष्टता से बैर रखा है। इस कारण परमेश्वर ने, हाँ, तेरे परमेश्वर ने तुझको तेरे साथियों से अधिक हर्ष के तेल से अभिषेक किया है। तेरे सारे वस्त्र गंधरस, अगर और तेज से सुगंधित है। तू हाथीदार के मंदिरों में तार वाले बाजों के कारण आनंदित हुआ है। तेरे प्रतिष्ठित स्त्रियों में राजकुमारियां भी है। तेरी दाहिनी और पतरानी ओपीर के कुंडल से विभूषित खड़ी है। हे राजकुमारी, सुन और कान लगाकर ध्यान दे। अपने लोगों और अपने पिता के घर को भूल जा और राजा तेरे रूप की चाह करेगा, क्योंकि वह तो तेरा प्रभु है। तू उसे दंडवत कर। सोर की राजकुमारी भी भेंट करने के लिए उपस्थित होगी। प्रजा के धनवान लोग तुझे प्रसन्न करने का यत्न करेंगे। राजकुमारी महल में अति शोभायमान है। उसके वस्त्र में सुनहरे बुट्टे कड़े हुए हैं। वह बुट्टेदार वस्त्र पहने हुए राजा के पास पहुंचाई जाएगी। जो कुमारियां उसकी सहेलियां है वे उसके पीछे पीछे चलती हुई तेरे पास पहुंचाई जाएगी। वे आनंदित और मग्न होकर पहुंचाए जाएंगी और वे राजा के महल में प्रवेश करेगी। तेरे पितरों के स्थान पर तेरे पुत्र होंगे, जिनको तू सारी पृथ्वी पर हाकिम ठहराएगा। मैं ऐसा करूंगा कि तेरे नाम की चर्चा पीढ़ी से पीढ़ी तक होती रहेगी। इस कारण देश देश के लोग सदा सर्वदा तेरा धन्यवाद करते रहेंगे। प्रभु इस पढ़े हुए वचन पर बहुत ऐसे आशीष दे। Bless the Lord, oh my soul, oh my soul, worship His holy name. Sing like never before, oh my soul, I worship His holy name. The sun comes up. It's a new day time. It's time to sing your song again. Whatever may pass and whatever lies before me, let me be singing when the evening comes. Bless the Lord, oh my soul, oh my soul, I worship His holy name. Sing like never before, oh my soul, I worship His holy name. You're rich in love and you're slow to anger. Your name is great and your heart is kind. For all your goodness I will keep on singing.
for my heart to find. Bless the Lord, oh my soul, oh my soul. I worship His holy name. Sing like never before, oh my soul. I worship His holy name. And on that day, when my strength is failing, the end draws near, and my time has come. Until my soul will sing your praise unending. 10,000 years and then forevermore. Bless the Lord, oh my soul, oh my soul. Worship His holy name. Sing like never before, oh my soul. I worship His holy name. Bless the Lord, oh my soul, oh my soul. I worship His holy name. Sing like never before, oh my soul. I worship His holy name. Lord, I worship His holy name. Yes, I worship His holy name. കർത്താവിന്റെ ദിവ്യകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ഇന്ന് പകൽക്കാലം നമ്മുടെ പ്രിയ കുഞ്ഞുങ്ങളുടെ വിവാഹത്തിൽ പ്രവേശിക്കുവാൻ നമ്മൾ എല്ലാവരും അറിയുന്നത് പോലെ പ്രതിസന്ധികൾ ഒത്തിരി ഉണ്ടായിരുന്നു. എന്നാൽ അതിനെല്ലാം ദൈവം അനുകൂലമാക്കി നല്ല ശാന്തമായ അന്തരീക്ഷത്തില് ഇന്ന് പകൽക്കാലം ഈ സ്ഥലത്ത് ഇങ്ങനെ അറേഞ്ച്മെന്റ് ചെയ്യുവാൻ ദൈവം ഭാഗ്യം നൽകിയതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വെള്ളിയാഴ്ച ഞാൻ മനുഷ്യത്വത്തിൽ വിചാരിച്ചു, ഞാൻ ജനിച്ചോട് പറഞ്ഞു, മോനെ നമുക്ക് ഡേറ്റ് മാറ്റി വെച്ചാൽ എന്താണ്? എന്നാൽ എന്നെക്കാളും വിശ്വാസം ജനിച്ചിട്ടുണ്ടായിരുന്നു. എന്നോട് പറഞ്ഞു, വർഷങ്ങളെ നമ്മൾ നിശ്ചയിച്ച ഡേറ്റിൽ തന്നെ നടത്താൻ നമുക്ക് ശ്രമിക്കാം. അവസാനം പറഞ്ഞു നമുക്ക് ചർച്ച വെച്ചെങ്കിലും നടത്താം. എന്നാൽ എല്ലാം ദൈവം അറിയില്ല. എല്ലാം ദൈവത്തിന്റെ മുൻപിൽ എല്ലാം മുൻനിശ്ചയിച്ചതാണ്. അതിനൊന്നും ഒരു മാറ്റം വരുത്തിയില്ല. ദൈവം ഇങ്ങനെല്ലാം ഭംഗിയായി ചെയ്യുവാൻ ദൈവം ഇടയാക്കിയ സ്തോത്രം. ഇത്രയും പേര് കൂടുവാനും സന്തോഷത്തോടെ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുവാൻ ദൈവം ഇടയാക്കിയ സ്തോത്രം ചെയ്യുന്നു. ഒരു അല്പസമയം ദൈവത്തിന്റെ വചനം കുഞ്ഞുങ്ങൾക്ക്, അതുപോലെ ക്രിസ്ത്യൻ ജീവിതത്തിൽ കുടുംബജീവിതം നയിക്കുന്നവർക്ക് കുടുംബജീവിതം എന്താണ്, ഇന്നിവരോട് ഇത് പറഞ്ഞില്ലെങ്കിൽ നാളെ ഒരിക്കലും ഇതുവരെ തിരുന്നേരുകയില്ല. എന്നാണ് നമ്മൾ പറയുന്നവരെ ഇരിക്കും. അത് പറഞ്ഞവരെ മനസ്സിലാക്കി. അതായത് ക്രിസ്ത്യൻ ജീവിതം എന്ന് പറയുന്നത് ഒരു വീട് പണിയുന്നതിനോട് ഉപമിച്ചാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. ബുദ്ധിമാൻ ആഴ കുഴിച്ച് പാറമേൽ അടിസ്ഥാനമിട്ട് പണിത വീട്. ഒന്ന് ബുദ്ധിമാന്റെ വീട്, ഒന്ന് നിർബുദ്ധിയുടെ വീട്. രണ്ടും വീട് പണിതു. നിർബുദ്ധിയുടെ വീടാണ് ആദ്യം ചിലപ്പോൾ തീർന്നത്. ബുദ്ധിമാൻ വളരെ അധ്വാനിച്ച് ഫൗണ്ടേഷൻ ഇടുമ്പോൾ ചിലപ്പോൾ നിർബുദ്ധിയുടെ വീടിന്റെ ബൈക്ക് വാഷൊക്കെ കഴിഞ്ഞ് കളറിംഗ് ഒക്കെ കഴിഞ്ഞ് ഡെക്കറേഷനൊക്കെ കഴിഞ്ഞ് താമസം ആരംഭിച്ചു കാണും. അന്നേരം ബുദ്ധിമാൻ കുഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഒരു പാറ കിട്ടിയെങ്കിൽ മാത്രമേ ബുദ്ധിമാൻ പണിയാനൊക്കത്തുള്ളൂ. ആ അനന്ത പാറ, യേശുവാകുന്ന പാറയിൽ ആരടിസ്ഥാനം ഇട്ട് വീട് പണിതിട്ടുണ്ടോ ആ വീട് ഒരിക്കലും നഷ്ടപ്പെടുകയില്ല. നിർബുദ്ധിയുടെ വീടില് ഒറ്റ പ്രാവശ്യം കാറ്റടിച്ചു, പെരുങ്കാറ്റ് വന്നു, കോൾ വന്നു, അതിന്മേൽ അടിച്ചു, അത് വീണുപോയി. രണ്ടാമത് ഒരു കാറ്റും കോളും അടിക്കുവാൻ ആ വീട് ഉണ്ടായിരുന്നില്ല. എന്നാൽ ബുദ്ധിമാന്റെ വീട് വർഷങ്ങൾ തോറും ജനറേഷൻ ടു ജനറേഷൻ കാറ്റടിച്ചു, കോളടിച്ചു, പെരുങ്കാറ്റ് വന്നു, മോശം മുതലായി എല്ലാം വന്നിട്ടും ഒരിക്കലും ആ വീടിനൊരു കേട് പറ്റിയില്ല. കാരണം ആ വീടിനൊരു അടിസ്ഥാനം ഉണ്ടായിരുന്നു. കുഞ്ഞുങ്ങളെ, ഇന്ന് പകൽക്കാലം നിങ്ങളുടെ കുടുംബമാകുന്ന വീട് പണിയുവാൻ ആരംഭിച്ചിരിക്കുകയാണ്. അതിന്റെ ഒന്നാമത്തെ സ്റ്റെപ്പ് നിങ്ങൾ വെച്ചിരിക്കുകയാണ്. അതിനാണ് നിങ്ങൾ ഇവിടെ കടന്നു വന്നിരിക്കുന്നത്. അപ്പോൾ ആഴമേ യേശുവാകുന്ന പാറമേൽ നിങ്ങളുടെ വീട് പണിതാൽ, ഞാൻ ഒരിക്കലും പറയുന്നില്ല കാറ്റടിക്കുകയെന്ന്.
ഒരിക്കലും പ്രശ്നം ഉണ്ടാകുന്നില്ല പറയുന്നത്. എന്നും ചിലപ്പോൾ കാറ്റടിച്ചേക്കും, എന്നും മാലിന്യം ഉണ്ടായേക്കും. എന്നാൽ നിങ്ങളുടെ വീടിന്റെ അടിസ്ഥാനമാണ് അതിജീവിക്കാൻ നിങ്ങൾക്ക് ശക്തി നൽകുന്നത്. കേൾക്കുന്ന സഹോദരി സഹോദരന്മാരെ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ എല്ലാം ക്രിസ്ത്യ ജീവിതമാകുന്ന വീടിന്റെ മേൽ എന്നും കാറ്റടിച്ചെന്ന് വന്നേക്കാം, എന്നും പ്രതികൂലം ഉണ്ടായെന്ന് വന്നേക്കാം. എന്നാൽ ഒരിക്കലും ഇടകാതെ നിൽക്കണമെങ്കിൽ യേശുവാകുന്ന അടിസ്ഥാനത്തിൽ നമ്മൾ പണിതെങ്കിൽ മാത്രമേ ആ വീട് നിലനിൽക്കുകയുള്ളൂ. ആകയാൽ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവം അവർക്ക് ക്രിസ്ത്യ ജീവിതത്തിന്റെ കുടുംബത്തിലേക്ക് അവർ പ്രവേശിച്ചിരിക്കുകയാണ്. ഇന്ന് ഭൂമിയിൽ ഒരു കുടുംബം പിറന്നിരിക്കുന്ന ദിവസമാണ്. അത് ആ ഭൂമിയിലെ കുടുംബമുണ്ട്, സ്വർഗത്തിലെ കുടുംബമുണ്ട്. ഈ ഭൂമിയിലുള്ള എല്ലാ കുടുംബം സ്വർഗത്തിൽ പേരെഴുതിയിട്ടില്ല. സ്വർഗത്തിൽ പേരെഴുതിയ കുടുംബം അതിരാധനായ യേശു ക്രിസ്തുവിൽ കൂടുള്ള വീണ്ടെടുപ്പ് പ്രാപിച്ച് നിത്യതയെ അവകാശമാക്കി ഈ ഭൂമിയിൽ സ്ഥാപിച്ച കുടുംബം സ്വർഗീയ കുടുംബമായി മാറുവാനിടയാകുന്നു. അങ്ങനെ കേൾക്കുന്ന സഹോദരി സഹോദരന്മാരെ, നമ്മുടെ ഒക്കെ കുടുംബം ഈ ഭൂമിയിൽ മാത്രമല്ല സ്വർഗത്തിലെ കുടുംബത്തിൽ നമ്മളായിരിക്കും. പെട്ടെന്ന് ഇന്നത്തെ ശുശ്രൂഷകൾ മലയാളത്തിലായതുകൊണ്ട് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്ന പക്ഷേ ബിജു ഭാഷയോടെ മലയാളം ബൈബിൾ വായിച്ച് അത് സഹായിക്കുന്ന പ്രയോജനമായിരിക്കും. എബ്രായ ലേഖനം എന്റെ 13-ാം അധ്യായം എല്ലാവർക്കും അറിയാവുന്ന വളരെ സുപരിചിതമായ വചനഭാഗം നിങ്ങൾ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എബ്രായ ലേഖനം എന്റെ 13-ാം അധ്യായം അതിന്റെ 4, 5, 6 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല എന്ന് അവൻ തന്നെ അരുളി ചെയ്തിരിക്കുന്നുവല്ലോ. 5, 6 വാക്യം കൂടെ. ആകയാൽ കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കുകയില്ല. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടും. ഇന്ന് ഭൂമിയിൽ ഇല്ലാത്ത ഒരു പ്രസ്ഥാനമാണ്, ഒരു അവസ്ഥ ഏതാണ്? എത്ര കിട്ടിയാലും തികയില്ല. എത്ര പിന്നെയും വേണം, അതും വേണം, ഇതും വേണം. നമുക്ക് സമയമില്ല, എല്ലാവരും ഒത്തിരി കാര്യങ്ങൾ പറയാം. ഞാൻ പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. മനുഷ്യന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ പരാജയമാണ് സംതൃപ്തി എന്ന് പറയുന്നത്. മനുഷ്യൻ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. ദൈവം പറയാണ്, ദൈവത്തിന്റെ വചനം പറയാണ്, ഉള്ളത് കൊണ്ട് നിങ്ങൾ സംതൃപ്തിപ്പെടണം. കാരണം മനുഷ്യനല്ല പറഞ്ഞത്, അഖിലാണ്ടത്തിന്റെ ഉടമനായ സർവശക്തനായ ദൈവത്തിന്റെ വചനമാണ് പറയുന്നത്. ദൈവം നിങ്ങൾക്ക് എന്ത് തന്നില്ല, അല്പമേ ഉള്ളായിരിക്കും. അതിന്റെ സീക്രട്ട് എന്നോട് പറയാം. നിങ്ങളുടെ അല്പം യേശുവിന്റെ കയ്യിലോട്ടൊന്ന് കൊടുക്കാമോ? ഒരിക്കൽ യേശു ഭൂമിയിലായിരുന്നപ്പോൾ വലിയൊരു പുരുഷാരം കൂടി, അവിടെ ഭക്ഷിക്കാൻ ആഹാരമില്ലായിരുന്നു. എന്നാൽ ഒരു ബാലകന്റെ കയ്യില് 5 അപ്പവും 2 മീനും ഉണ്ടായിരുന്നു. അല്പമേ ഉള്ള പുരുഷാരം. പുരുഷന്മാർ തന്നെ 5000, സ്ത്രീകൾ അതിലും കൂടുതൽ, കുട്ടികൾ അതിലും കൂടുതൽ. ഇത്രയും വലിയൊരു ക്രൗഡിന് 5 അപ്പം എന്തുണ്ട്? എന്നാൽ അവിടെ സംഭവിച്ചത് എന്താണ്? ആ 5 അപ്പം യേശുവിന്റെ കയ്യിൽ കൊടുത്തു. കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ രഹസ്യം ഞാൻ നിങ്ങളോട് പറഞ്ഞു തരികയാണ്. നിങ്ങൾ എന്തുണ്ടോ അത് കർത്താവിന്റെ കയ്യിൽ കൊടുത്താൽ, യേശുവിന്റെ കയ്യിൽ കൊടുത്തു കഴിഞ്ഞാൽ യേശു അതിനെ അനുഗ്രഹിക്കും. അത് അനുഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് മൾട്ടിപ്പിളായി മാറിത്തീരും. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി സഹോദരന്മാരെ, നമ്മുടെ ജീവിതത്തിന്റെ വിജയത്തിന്റെ രഹസ്യമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുന്നത്. ഒരുപക്ഷെ നമുക്ക് അല്പമേ ഉള്ളായിരിക്കും. സരവാത്തിലെ വിധവ ഒരപ്പം ഉണ്ടാക്കി, ഒരട ഉണ്ടാക്കി, മോനോട് കൂടെ മരിക്കാൻ തുടങ്ങിയായിരുന്നു. അപ്പോഴാണ് ദൈവദാസൻ അവിടെ വന്നത്. ഏരിയ അവിടെ വന്നിട്ട് പറഞ്ഞു, എനിക്ക് അല്പം വെള്ളം വേണം. വെള്ളം എടുക്കാൻ പോയപ്പോൾ പറഞ്ഞു, ഒരു മുറി അപ്പവും കൂടെ വേണം. ആകെപ്പാടെ ഒരട ഉണ്ടാക്കാനുള്ള ആട്ടയേ ഉള്ളൂ. എന്നാൽ ദൈവദാസന്റെ വാക്ക് കേട്ട് ആ വിധവയായ സഹോദരി പരപക്കൽ അല്പം ഉണ്ടായിരുന്നത് ആദ്യം ദൈവദാസന്റെ പക്കൽ കൊടുത്തു. നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് മുതൽ ആദ്യത്തെ നിങ്ങൾ സ്റ്റെപ്പ് ഫസ്റ്റ് പ്രിഫറൻസ് അത് ദൈവത്തിനായിരിക്കണം. നിങ്ങളുടെ ആദ്യത്തേത് ദൈവത്തിനായിരിക്കണം. നിങ്ങളുടെ ജീവിതത്തിന്റെ ഒന്നാമത്തെ സ്ഥാനം എല്ലാവരോടായി ഞാൻ പറയട്ടെ, നമ്മുടെ ജീവിതത്തിന്റെ ഒന്നാമത്തെ സ്ഥാനം നമ്മൾ ദൈവത്തിന് കൊടുത്താൽ അവിടെ സംഭവിച്ചതാണ്. 3.5 വർഷക്കാലത്തെ ക്ഷാമകാലമായിരുന്നു. എന്നാൽ ആ വിധവയുടെ വീട്ടില് ഒരു ദിവസം പോലും ആഹാരത്തിന് കൂട്ടുണ്ടായില്ല. അവരുടെ വീട്ടുകാരും സ്വന്തക്കാരും ചാർച്ചക്കാരും മുഴുവനും സമൃദ്ധിയോടെ ആ ക്ഷാമകാലത്ത് പോറ്റപ്പെടുവാൻ ഇടയായത് ആ വിധവയുടെ കയ്യിലുണ്ടായിരുന്ന അല്പം ആട്ട ദൈവത്തിന്റെ കയ്യിൽ ഒരു അപ്പമായിട്ട് കൊടുത്തപ്പോൾ. ക്രിസ്ത്യ ജീവിതത്തിന്റെ സക്സസിന്റെ ഏറ്റവും വലിയ രഹസ്യമാണ്. ഒന്നാമത്തെ സ്ഥാനം ദൈവത്തിന് കൊടുത്തിട്ട് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക. അടുത്ത വാക്യം പറയുന്നത്, ദൈവം പറയുന്നു, ഞാൻ നിങ്ങളെ ഒരു നാളും കൈവിടുകയില്ല. മനുഷ്യനല്ല പറയുന്നത്, ഒരു ഗവൺമെന്റ് അല്ല പറയുന്നത്, ഒരു രാജാവല്ല പറയുന്നത്.
ഈ അവിലാണ്ടത്തിന്റെ ഉടമനായ ദൈവം പറയുകയാണ്, ഞാൻ നിങ്ങളെ ഒരു നാളും കൈവിടുകയില്ല. ആ ദൈവത്തിന്റെ അഷ്വറൻസ് നിങ്ങൾക്കാണ്. ദൈവത്തിന്റെ വാഗ്ദത്തമാണ്, ഞാൻ നിങ്ങളെ ഒരു നാളും കൈവിടുകയില്ല. നിങ്ങളുടെ മക്കളുടെ അല്പത്തെ ഞാൻ അനുഗ്രഹിക്കുന്ന ദൈവമാണ്, ഞാൻ നിങ്ങളെ ആദരിക്കുന്ന ദൈവമാണ്. ആകയാൽ പ്രിയങ്ങളെ, നമുക്ക് ധൈര്യമായിട്ട് പറയാം, കർത്താവിനിക്ക് തുണ. കർത്താവിനിക്ക് തുണ, അതുകൊണ്ട് ഞാൻ പേടിക്കുകയില്ല. മനുഷ്യനെന്ന് ഭയശരീരമായിട്ടാണ് കഴിയുന്നത്. ദൈവം പറയാണ്, ഞാൻ നിനക്ക് തുണ. അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് പറയാം, ഞാൻ പേടിക്കുകയില്ല. യേശു സഭയെ എങ്ങനെ സ്നേഹിച്ചോ, എല്ലാവരും ശ്രദ്ധിക്കണം, എല്ലാവർക്കും വേണ്ടിയുള്ള ദൈവത്തിന്റെ വാഗ്ദത്തമാണ്. യേശു സഭയെ എങ്ങനെ സ്നേഹിച്ചു? യേശു സ്വന്തം പ്രാണനെ കൊടുത്താണ് സഭയെ സ്നേഹിച്ചത്. അതുപോലെ ഭർത്താക്കന്മാർ ഭാര്യയെ സ്നേഹിക്കണം. ഇന്നു മുതൽ നിങ്ങൾ രണ്ട് ദേഹമല്ല, ഇതുവരെ രണ്ട് ബോഡിയായി. ഇന്നു മുതൽ നിങ്ങൾ രണ്ടുപേരും ഒരു ദേഹമായി പോകാൻ പോകുകയാണ്. കാരണം അർദ്ധാംഗിണി ആധാര 50-50 ആയി. ഇന്നത് സമ്പൂർണ്ണമാകുകയാണ്, ഒന്നായി തീരുക. അപ്പോൾ അത് ദൈവം ആഗ്രഹിക്കുന്നത് ഉത്തമമായ കുടുംബമായി തീരണമെങ്കിൽ എങ്ങനെ ക്രിസ്തു സഭയെ സ്നേഹിച്ചു അതുപോലെ ജനിറ്റ് മെറിനെ സ്നേഹിച്ച് ഒക്കുള്ളൂ. രണ്ട്, ഭാര്യയെ പോറ്റി പുലർത്തണം. ദൈവത്തിന്റെ കൽപ്പനയാണ്. ദൈവത്തിന്റെ എഫെസ്യർ 5-ാം അധ്യായത്തിൽ 29-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് പോറ്റി പുലർത്തണം. ചില കഴിയുമ്പം ഉപേക്ഷമത ചൊല്ലുമ്പോൾ പറയും, സുഖത്തിലും ദുഃഖത്തിലും. അത് കാണാൻ പിടിക്കാനുള്ള വാക്കല്ല, ജീവിതത്തിന്റെ അന്ത്യം വരെ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരെയും കർത്തവ്യമുണ്ട്. 3, വിശ്വസ്തത പുലർത്തണം, ഫെയ്ത്ത്ഫുൾനെസ്. ഒരിക്കലും നിങ്ങളുടെ രണ്ടുപേരും തമ്മിലുള്ള വിശ്വസ്തത, ഫെയ്ത്ത്ഫുൾനെസ്സിന് ഒരു കടുമണിയോളം കടുവാപ്പനുണ്ടാകും, ഒരു കയ്പുണ്ടാകും. മനുഷ്യനാണ്, അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും. ചിലർ പറയും, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് പാവയ്ക്കായാണ്. ചിലർ അയ്യോ പാവയ്ക്ക, ഓ എനിക്ക് കാണാൻ പോലും ഇഷ്ടമല്ല. ഇഷ്ടമില്ലാത്ത കഴിപ്പിക്കാൻ പോകണ്ട, ഇഷ്ടമുള്ളത് വാങ്ങിച്ചു കൊടുക്കുക. പക്ഷെ അത് പറഞ്ഞുകൊണ്ട് വീട്ടിൽ കലഹം ഉണ്ടാക്കരുത്. അങ്ങോട്ടും ഇങ്ങോട്ടും പോറ്റി പുലർത്തണം, വിശ്വസ്തത പാലിക്കണം. പത്രോസിന്റെ ലേഖനത്തിൽ 3-ാം അധ്യായത്തിൽ 7-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് ബഹുമാനിക്കണം. ഭാര്യയെ ബഹുമാനിക്കണം. പണ്ട് കാലം ഭാര്യയെ ചവിട്ടിത്താക്കണമെന്നുണ്ടായിരുന്നു. വേദപുസ്തകം അങ്ങനെ പഠിപ്പിക്കുന്നത് ഭാര്യയെ ബഹുമാനിക്കണം. പത്രോസിന്റെ 1-ാം ലേഖനം 3-ാം അധ്യായത്തിൽ 7-ാം വാക്യത്തിൽ ഭാര്യയെ ബഹുമാനിക്കണം. അപ്പോഴത്തേക്കും ഭാര്യ മാത്രമേ ഉള്ളൂ? ഇല്ല, ഭാര്യയുടെ കാര്യം, ഭർത്താവിന്റെ കാര്യം ഇപ്പം ഞാൻ പറഞ്ഞത്. അടുത്ത ഭാര്യയോടെ പറയുമ്പോൾ കർത്താവിന്റെ പറയുകയാണ്, സഭ യേശുവിന് എങ്ങനെ കീഴടങ്ങിയിരിക്കുന്നു. ഒരു കാര്യം ഭർത്താവ് പറഞ്ഞാൽ അതനുസരിക്കണം. അതങ്ങനല്ല, ഇങ്ങനല്ല, നെവർ. അതാണ് കുടുംബം. തലമുറകളായി നിൽക്കുന്ന കുടുംബം ഭൂമിയിൽ ഉണ്ടാകണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ബഹുമാനിക്കണം, കീഴടങ്ങണം, ബഹുമാനത്തോടെ സംസാരിക്കണം. അബ്രഹാമിന്റെ ഭാര്യ സാറ അബ്രഹാമിനെ അഡോണായി, യജമാനൻ. കാരണം മെറിന്റെ തലയാണ് ജനിറ്റ്, ജനിറ്റിന്റെ ശരീരമാണ് മെറിൻ. അതുകൊണ്ട് പരസ്പരം, തലയില്ലാതെ ശരീരമില്ല, ശരീരമില്ലാതെ തലയില്ല. അപ്പൊ ചോദിക്കുന്നത് ഏതാ വലുത്? രണ്ടും വലുത്. വെറും തല കൊണ്ട് എന്തെങ്കിലും നടക്കും, വെറും ശരീരം കൊണ്ട് എന്തെങ്കിലും നടക്കും? അപ്പൊ രണ്ടും കൂടെ കൂടുമ്പോൾ ഒരു ദേഹമാകും. അങ്ങനെ ബഹുമാനിക്കണം. വീട്ടുകാരും പരകാര്യത്തിൽ ഇടപെടാതെ, അവിടുത്തെ കാര്യം ഇവിടുത്തെ കാര്യം ആകാശവാണി അല്ലാതെ നമ്മുടെ സ്വന്തം വീട്ടിലെ കാര്യം, നമ്മുടെ കാര്യം നോക്കാൻ. കാരണം ദൈവത്തിന് വചനം പറയണം. തീത്തോസിന്റെ ലേഖനത്തിന് 2-ാം അധ്യായത്തിന് 5-ാം വാക്യത്തിൽ, തിമോഥെയോസിന്റെ ലേഖനം 5-ാം അധ്യായത്തിന് 14-ാം വാക്യത്തിൽ ആ ദൈവത്തിന് വചനം പറയുന്നു, വീട്ടുകാര്യം നോക്കുന്നവരായിരിക്കണം. ഇന്നത്തെ വീട്ടുകാര്യം നോക്കുന്ന സമയമില്ല, പരകാര്യം, നാട്ടിലെ കാര്യം അതല്ല. നമുക്ക് ദൈവം തന്നിരിക്കും നമ്മുടെ കുടുംബം, നമ്മുടെ വീട്, അത് ഭംഗിയായിട്ട് പോകണം. അങ്ങോട്ടും ഇങ്ങോട്ടും ബഹുമാനിക്കുന്ന, സ്നേഹിക്കുന്ന, ഇങ്ങനെയുള്ളവരായി തീർന്നാൽ നിങ്ങളുടെ കുടുംബം പോലും ഭൂമിയിലൊരു കുടുംബം കാണില്ല. അത്ര അനുഗ്രഹിക്കപ്പെട്ട സ്വർഗീയ കുടുംബമായി നിങ്ങളുടെ കുടുംബം തീരുവാൻ സർവശക്തനായ ദൈവം ഇടയാക്കി തീർക്കട്ടെ. 2-3 പേരുടെ ദൈവത്തിന് വചനം പറഞ്ഞില്ലേ,
സദൃശ്യവാക്യങ്ങൾ 12:4 എഴുതിയിരിക്കുന്നു, ഭാര്യയെ കിട്ടുന്ന ഭാര്യ നിന്റെ കിരീടമാകുന്നു. അപ്പൊ എന്ന് ജനിച്ചൊരു കിരീടം, ഒരു ക്രൗൺ കിട്ടിയിരിക്കുക, അതാണ് എന്റെ ഭാര്യ. എപ്പോഴും അത് പറഞ്ഞ പോലെ എന്നെ താഴ്ത്തി കാണിക്കല്ല, കിരീടം എപ്പോഴും തലയ്ക്ക് മേലാണ്, അതെപ്പോഴും ശോഭയുള്ളതായിരിക്കുന്നത് പോലെ എപ്പോഴും അത് അനുഗ്രഹമായിരിക്കട്ടെ. 2-2 പറയുന്നു, തക്ക തുണയാണ്, ദൈവത്തിന്റെ വാഗ്ദത്തമാണ്. സുവിശേഷം 2-4 പറയുന്നു, ജീവിതത്തിലെ കൂട്ടാളി, ഒരിക്കലും കൂട്ടാളിയോട് അവിശ്വസ്തത കാണിക്കുക, പരസ്പരം ഒരിക്കലും ജീവിതത്തിൽ അവിശ്വസ്തത കാണിക്കുന്നവരായിരിക്കും. 128 സങ്കീർത്തനം 3 പറയുന്നത്, വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയാണ്. എത്ര ശ്രേഷ്ഠതയേറിയ കുടുംബം, എത്ര ഫലപ്രദമായ കുടുംബം! ഇങ്ങനെയുള്ള കുടുംബമാണ് ദൈവം ഭൂമിയിൽ ആഗ്രഹിക്കുന്നത്. അങ്ങനെയുള്ള ഒരു കുടുംബം നിങ്ങളാൽ ഈ ഭൂമിയിൽ സ്ഥാപിക്കപ്പെടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഞാൻ മാത്രമല്ല, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. അതിനുവേണ്ടിയാണ് ഈ കൊറോണയുടെ നടുവിലും ഞങ്ങളെല്ലാവരും ഇവിടെ കടന്നു വന്ന് നിങ്ങൾക്കൂടെ ആരംഭിക്കുന്ന കുടുംബം അനുഗ്രഹിക്കപ്പെട്ട കുടുംബമായി തീരുവാൻ പരിശുദ്ധനായ ദൈവം എന്ന് നമ്മളെ സഹായിക്കട്ടെ. ദൈവത്തിന്റെ സകല വാഗ്ദത്തങ്ങളും സകല അനുഗ്രഹങ്ങളും ദൈവം നമുക്ക് ദാനമായി നൽകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ നമുക്ക് വിശുദ്ധ വിവാഹത്തിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. ഒരു നിമിഷം നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, അവിടുത്തെ പ്രിയപുത്രനും ഞങ്ങളുടെ രക്ഷകനുമായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ ഇന്ന് പകൽക്കാലം ഞങ്ങളുടെ വാത്സല്യ കുഞ്ഞുങ്ങൾ ജനിറ്റിനെയും മകൾ മെറിനെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ക്രിസ്ത്യ ജീവിതത്തിന്റെ കുടുംബത്തിന്റെ ഉത്തരവാദിത്വങ്ങൾ, കടപ്പാടുകൾ, അവരുടെ ജവാബ്ദാരികൾ അവരെ പറഞ്ഞു മനസ്സിലാക്കുവാൻ ദൈവത്തിന്റെ വചനത്തിൽ കൂടെ അവിടുന്ന് ഭാഗ്യം നൽകി സ്തോത്രം ചെയ്യുന്നു. അല്പനിമിഷങ്ങൾ കാണാം അവർ ഉഭയസമ്മതം ചെയ്ത് ഭാര്യ ഭർത്താക്കന്മാരാകാൻ പോകുന്ന ഈ വിലപ്പെട്ട സമയത്ത് ദൈവമേ, മനുഷ്യരിടങ്ങൾ കൊണ്ടല്ല, സ്വർഗത്തിലെ അപ്പച്ചന്റെ തൃക്കരം കൊണ്ട് അവരെ യോജിപ്പിച്ച് ഈ ഭൂമിയിൽ അനുഗ്രഹിക്കപ്പെട്ടൊരു കുടുംബം ഇന്ന് കാലം പണിയപ്പെട്ട് നിത്യത വരെ ഈ ഭൂമിയിൽ അനുഗ്രഹിക്കപ്പെട്ട തലമുറയായി അവർ ഈ ഭൂമിയിൽ കാണുവാൻ, അവരുടെ തലമുറകൾ കാണുവാൻ ദൈവം ഇടയാക്കി തീർക്കണമെന്ന് ആത്മാർത്ഥമായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അവർ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു കർത്താവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. പിതാവേ, ദയവ് നീ കേൾക്കുമാറാകണമേ. ഏൽപ്പിച്ച ദൈവിക ദൗത്യത്തിന്റെ ദൗത്യപ്രകാരം ഇവരുടെ വിശുദ്ധ വിവാഹത്തിന്റെ വിധിയിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. അതിന് മുൻപായിട്ട് മാരേജിന്റെ പ്രസ്താവന നിങ്ങളുടെ മുൻപിൽ ഞാൻ വയ്ക്കുവാൻ ആഗ്രഹിക്കുകയാണ്. സൂററ്റ് ഡിസ്ട്രിക്റ്റിൽ ഷൗരാശി താലൂക്കായിൽ കുമാരിയ ഗ്രാമത്തിൽ ശ്രീമതി സുബി ഷാജി കേജിയുടെ പുത്രൻ ജനിത് ഷാജിയും, വൽസാഡ് ഡിസ്ട്രിക്റ്റിൽ അബ്രാമ താലൂക്കിൽ മിസ്റ്റർ ആൻഡ് മിസസ് സൂസൻ ടി ജി വർഗീസിന്റെ പുത്രിയായ മെറിനും തമ്മിലുള്ള വിശുദ്ധ വിവാഹം ക്രിസ്ത്യൻ മാരേജ് ആക്ടിന്റെ നിയമപ്രകാരം ഫെലോഷിപ്പ് ഓഫ് ദ പെന്റക്കോസ്റ്റൽ ചർച്ച് ഓഫ് ഗോഡ് ഇൻ സൂറത്ത് ഉദ്ന ചർച്ചിന്റെ കെയർ ഓഫിൽ ഇന്ന് ഈ ഓഡിറ്റോറിയത്തിൽ വെച്ച് സമ്പന്നമാകുകയാണ്. ഈ വിശുദ്ധ വിവാഹത്തിൽ ഈ പ്രിയ കുഞ്ഞുങ്ങൾ കുടുംബജീവിതത്തിലേക്ക്, മാരേജ് ലൈഫിലേക്ക് പ്രവേശിക്കുന്നതിന് എന്തെങ്കിലും തടസ്സം, ലീഗലായിട്ടുള്ള തടസ്സമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാവുന്ന വിഷയങ്ങളുണ്ടെങ്കിൽ ഈ സമയം അത് പ്രസ്താവിക്കുകയും, അല്ല എങ്കിൽ ആജീവനം ഈ വിഷയത്തിൽ ശാന്തമായിരിക്കുകയും അവരുടെ കുടുംബജീവിതത്തിന്റെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുക. നിങ്ങളെല്ലാവരുടെയും മൗനം, നിങ്ങളെല്ലാവരും സമ്മതമാണെന്നുള്ള ആ സമ്മതത്തോടുകൂടി, മൗന സമ്മതത്തോടുകൂടി ഞാൻ ഈ പ്രിയ കുഞ്ഞുങ്ങളുടെ അടുക്കലേക്ക്, ഈ പ്രിയ യുവതിയെ നിന്റെ ജീവിത പങ്കാളിയായി സ്വീകരിപ്പാൻ, സകല രഹസ്യങ്ങളെയും അഗ്നിജ്വാലയ്ക്കുള്ള കണ്ണുള്ള സകലത്തെയും അറിയുകയും ഗ്രഹിക്കുകയും ചെയ്യുന്ന സർവശക്തനായ ദൈവത്തിന്റെ മുൻപിൽ
ദൈവസഭയുടെ മുൻപിൽ ദൈവദാസൻ എന്ന നിലയിൽ ഞാൻ ചോദിക്കുകയാണ്, നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഈ പ്രിയ സഹോദരി മേരിനെ നിന്റെ ഭാര്യയായി സ്വീകരിക്കുന്നതിന് എന്തെങ്കിലും തടസ്സമുണ്ടോ? ഇല്ല. താങ്ക് യു. ഞാൻ ദേവദാസൻ എന്ന നിലയിൽ പ്രിയ മകൻ മെറിനോട് ചോദിക്കുന്നു, നിന്റെ സമീപം നിൽക്കുന്ന യുവാവായ ജെനിറ്റിനെ നിന്റെ ഭർത്താവായി സ്വീകരിക്കുന്നതിനെ, സകലത്തെയും അറിയുന്ന അഗ്നിജ്വാലയ്ക്കത്തുള്ള കണ്ണുള്ള സകല രഹസ്യങ്ങളെയും അറിയുന്ന ദൈവത്തിന്റെ മുൻപിൽ വ്യക്തിപരമായ ജീവിതത്തിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ പൊതുസഭയുടെ മുൻപിൽ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രസ്താവിക്കുക എന്നെന്തെങ്കിലും തടസ്സമുണ്ടോ? ഇല്ല. അവർ രണ്ടുപേരും അവർ സമ്മതം ദൈവസഭയുടെ മുൻപിൽ പ്രസ്താവിച്ചിരിക്കുക. ഈ സമയം അവരെ കർത്താവിന്റെ വചനപ്രകാരം ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ആ ദൗത്യപ്രകാരം വിശുദ്ധ വിവാഹത്തിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. നമ്മളെല്ലാവരും പ്രാർത്ഥനയോടെ, ഞാൻ ആദ്യം ഓർമ്മിച്ചല്ലോ, ഭൂമിയിലെ ഏറ്റവും വലിയ ഒരവസ്ഥയാണ് ഒരു കുടുംബം എന്ന് പറയുന്നത്. മെറിന്റെ പ്രിയ പിതാവ് ഈ സമയം മുന്നോട്ട് കടന്നു വരികയും യേശുക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ ഹൃദയങ്ങളെ ഒന്നിച്ച് ചേർക്കുന്ന പരിശുദ്ധ പിതാവേ, പ്രിയപുത്രനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവിന്റെ നിറവോടുകൂടി ദൈവമേ ഈ പ്രിയ കുഞ്ഞുങ്ങളെ കർത്താവ് യോജിപ്പിച്ച് ഈ ഭൂമിയെ അവരിൽ കൂടെ സ്ഥാപിക്കപ്പെട്ട കുടുംബം ഒരു അനുഗ്രഹിക്കപ്പെട്ട കുടുംബമായി തീരുവാൻ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിച്ചവരെ അനുഗ്രഹിക്കുന്നു. അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമായ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തിൽ അവർ അനുഗ്രഹിക്കപ്പെടണമേ. അവരിന്ന് ദൈവസഭയിൽ ചെയ്യുന്ന തീരുമാനം ജീവിതം മുഴുവൻ അവർ പാലിക്കുവാനുള്ള ദൈവകൃപ നൽകണമേ. അവരെ അനുഗ്രഹിക്കണമേ. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. മെറിനാകുന്ന നിന്നെ ഇന്നു മുതൽ എന്റെ വിവാഹ ഭാര്യയായി സ്വീകരിച്ചിരിക്കുന്നു. സുഖത്തിലും ദുഃഖത്തിലും ദൈവം ഈ ഭൂമിയിൽ നൽകുന്ന എല്ലാ അവസരങ്ങളിലും ഞാൻ സകലതയും വിട്ട് നിന്നോട് മാത്രം പറ്റിച്ചേർന്നിരിക്കുമെന്ന് പരിശുദ്ധ ദൈവത്തിന്റെ സന്നിധിയിൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഞാൻ നിനക്ക് വാക്ക് തരുന്നു. ജീവിതത്തിലെ എല്ലാ അവസരങ്ങളിലും നിന്നെ സ്നേഹിച്ച്, നിന്നെ ശുശ്രൂഷിച്ച്, നിന്നെ സഹായിച്ച്, നിന്നോട് കൂടെ ഇരുന്ന് ഒരു ഉത്തമ ഭർത്താവിന് ആവശ്യമായുള്ള എല്ലാ കർത്തവ്യങ്ങളും ഞാൻ നിവർത്തിച്ചു വന്ന് ദൈവത്തിന്റെ നാമത്തിൽ ഞാൻ നിനക്ക് വാക്ക് തരുന്നു. ദൈവം ഇതിനെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് മുതൽ എന്റെ വിവാഹ ഭർത്താവായി സ്വീകരിച്ചിരിക്കുന്നു. ജീവിതത്തിന്റെ എല്ലാ അവസരങ്ങളിലും സുഖത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും എല്ലാ സാഹചര്യങ്ങളിലും അങ്ങേ സ്നേഹിച്ച്, അങ്ങേ ശുശ്രൂഷിച്ച്, അങ്ങേ അനുസരിച്ച്, അങ്ങേ ബഹുമാനിച്ച് ജീവിക്കാമെന്ന് സർവ്വകൃപാലുവായ പിതാവായ ദൈവത്തിന്റെയും പുത്രനായ യേശുക്രിസ്തുവിന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഞാൻ ഇന്ന് അങ്ങേക്ക് വാക്ക് തരുന്നു. ജീവിതത്തിലെ എല്ലാ അവസരങ്ങളിലും മറ്റെല്ലാവരെയും വിട്ട് ഞാൻ അങ്ങോട്ട് മാത്രം പറ്റിച്ചേർന്നിരിക്കുമെന്ന് പരിശുദ്ധ ദൈവസഭയെയും ദൈവത്തെയും സാക്ഷി നിർത്തി ഞാൻ അങ്ങേക്ക് വാക്ക് തരുന്നു. സ്വൽപ്പൂർവ്വം ഈ കാരാർന്ന എന്നുള്ള പാട്ട് നമുക്ക് ചേർന്ന് പാടാം. Oh
അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമായ ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവയുടെ നാമത്തിൽ ഈ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. അവരുടെ കുടുംബങ്ങൾക്കാണ് ഈ ഭൂമിയിൽ സ്ഥാപിക്കപ്പെട്ട ഈ കുടുംബം ബുദ്ധിമാന്റെ വീട് പോലെ എല്ലാ പ്രതിസന്ധികളും നിലനിൽക്കുന്ന കുടുംബമായി തീരുവാൻ പരിശുദ്ധ ദൈവത്തിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. അവിടുത്തെ മാനസികനായ സ്തോത്രം, മക്കളെ അനുഗ്രഹിച്ചനായ സ്തോത്രം യേശു നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ, കേൾക്കുമാറാകണമേ. സഭയോട് ഇന്ന് മുതൽ നിങ്ങൾക്ക് 2 പപ്പായും 2 മമ്മിയുമാണ്. മേരാ നെവർ മേരാ തെരാ കപ്പി. രണ്ടുപേരും ഒരു ദേഹം, ഒരു ജീവിതം. ഒരിക്കലും കുടുംബത്തിന്റെ തകർച്ചയുടെ ഒന്നാമത്തെ രഹസ്യം നിന്റെ വീട്ടിലങ്ങനെ നിന്റെ കാര്യമില്ല. ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന സംഭവങ്ങളാണ് പലപ്പോഴും കുടുംബങ്ങൾ തകരുന്നത്. സ്നേഹത്തിൽ പിതാവിന്റെ സ്ഥാനത്ത് നിങ്ങൾക്ക് ആലോചന പറയാം. 2, ജീവിതത്തിലെ ആനന്ദം ഇൻ ദ ബിഗിനിംഗ് ഗോഡ്. ഈ ജീവിതത്തിന്റെ പ്രഭാതത്തിന്റെ ആദ്യം പ്രാർത്ഥന. ദൈവത്തിന്റെ വചനം വായിക്കാതെ ഒരിക്കലും ഓർമ്മയില്ല. ദൈവത്തിന്റെ വചനം വായിക്കാതെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങില്ല. ഞാൻ ദൈവസഭയെ പഠിപ്പിക്കുന്നത് വേദപുസ്തകം വായിക്കാതെ വാതിൽ നിന്ന് പുറത്തിറങ്ങരുത്. നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് ഒരിക്കലും മറക്കാനാകാത്ത അനുഭവമായി മാറട്ടെ. അങ്ങനെ കുടുംബം ഒരിക്കലും ലജ്ജിക്കപ്പെടുകയില്ല. അനുഗ്രഹത്തിൽ നിന്ന് അനുഗ്രഹത്തിലേക്ക്, സമൃദ്ധിയിൽ നിന്ന് സമൃദ്ധിയിലേക്ക്, നന്മയിൽ നിന്ന് നന്മയിലേക്ക് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ഈ സമയം വിശ്വാസത്തിന്റെ മാനവിക ജീവിതത്തിന്റെ ഒന്നാമത്തെ ഗിഫ്റ്റായിട്ട് അവർ അവരുടെ ബൈബിൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യുന്നതായിരിക്കും. എല്ലാവരും കരങ്ങളടിച്ച് ആ സമയത്തെ നമുക്ക് സ്വീകരിക്കാം. അങ്ങോട്ടും ഇങ്ങോട്ടും വിശ്വാസത്തിന്റെ പ്രതീകമായിട്ട് രാജ്യത്തെ ഉടമ്പടി വിശുദ്ധ വേദപുസ്തകം അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യുകയാണ്. ഈ സമയം 2 വശത്തു നിന്നും സഭയുടെ പ്രതിനിധികളായിട്ടുള്ള പദത്തിൽ മുന്നോട്ട് വരികയും പേരൻസും കൂടെ കടന്നു വരിക. അത് ഏറ്റവും നല്ലതായിരിക്കും. അവരുടെ കൂടെ സൈന്യം ഞങ്ങൾ സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നു. സാക്ഷിയായിട്ട് ഓരോ പ്രതിനിധികൾ ഇതിലൂടെ കടന്നു വരിക. 2 സ്റ്റേഷനകത്ത് ഒപ്പിടണം. സഭയുടെ പ്രതിനിധികളായി സൃഷ്ടിച്ചു എന്നും അതിനിമിത്തം മനുഷ്യൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരും എന്ന് അരുളി ചെയ്തു എന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലയോ? അതുകൊണ്ട് അവർ മേലാൽ 2 അല്ല ഒരു ദേഹമത്രേ. ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർതിരിക്കരുത് എന്ന് ഉത്തരം പറഞ്ഞു. ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യർക്ക് വേർതിരിക്കുവാൻ അധികാരമില്ല. സൃഷ്ടിയുടെ ആദ്യത്തിൽ ദൈവം അവരെ നരനും നാരിയുമായി സൃഷ്ടിച്ചു. ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യർക്ക് വേർതിരിക്കുവാൻ അധികാരമില്ല. ആണും പെണ്ണുമായി സൃഷ്ടിച്ചവൻ അവർ ഒരുമിച്ച് ജീവിക്കുവാൻ അധികാരം കൊടുത്തിരിക്കണം. അതുനിമിത്തം അവർ മനുഷ്യൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചിരിക്കും. അവർ ഒരു ദേഹമായി തീരും. ഇന്ന് മുതൽ
അവർ ഇരുവരും ഒരു ദേഹമായി തീർന്നിരിക്കുകയാണ്. ഈ സമയം വളരെ സന്തോഷത്തോടെ ഞാൻ ഈ കാര്യം പ്രസ്താവിക്കാൻ ആഗ്രഹിക്കുന്നു. ഇന്നു മുതൽ മിസ്റ്റർ ആൻഡ് മിസ്സസ് ജെനിൻ സ്വാഗതം കരെ കൈകളടിച്ച് അവരെ നമ്മുടെ സമൂഹത്തിലേക്ക് അവരെ ഭാര്യാഭർത്താക്കന്മാരായി സ്വീകരിച്ച് ബഹുമാനിച്ച് ആദരിച്ച് നല്ലൊരു കുടുംബജീവിതം നയിക്കാനുള്ള എല്ലാ നന്മകളും ദൈവം നൽകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടതായ നല്ല മധ്യാഹ്നമായ സാന്മത്രാദികൾ അങ്ങനെ ഭംഗിയോടെ വാഴ്ത്തുകയാണ്. ഇന്ന് പകൽക്കാലം സ്വർഗത്തിലെ ദൈവം പ്രസാദമായി ഒരു അനുഗ്രഹിക്കപ്പെട്ട കുടുംബം കൂടി ഭൂമിയിൽ സംജാതമാകുവാൻ ദൈവം ഇടവരുത്തിനാൽ ഞങ്ങൾ അങ്ങനെ ഭംഗിയോട് സ്തുതിക്കുകയാണ്. അവിടുത്തെ വലിയ ദാസന്റെ കർത്താൻ ഇന്ന് പകൽക്കാലത്തെ കുഞ്ഞുങ്ങളെയും അവിടുന്ന് ഉണ്ടാക്കി തീർത്ത ദൈവത്തിന്റെ വിശ്വസ്തതയെ ഓർത്ത് ഞങ്ങൾ അങ്ങനെ നന്ദിയോടെ സ്തുതിക്കുന്നു. അവരുടെ ജന്മം മുതൽ ഇതുവരെ ദൈവം അവരെ പരിപാലിച്ചു. അവരുടെ മാതാപിതാക്കൾക്ക് അവരെ ഇത്രത്തോളം വളർത്തുവാൻ ആവശ്യമായ ദൈവമക്കളെ നൽകി ഇന്നുവരെ ഇതിന്റെ കുഞ്ഞുങ്ങളെ നടത്തിയ ദൈവത്തിന്റെ വിശ്വസ്തതയെ ഓർത്ത് ഞങ്ങൾ അങ്ങനെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഇന്ന് പകൽക്കാലം അവിടുത്തെ വലിയ ദാസന്റെ കരങ്ങളാണ് അവൻ നിന്റെ കുഞ്ഞുങ്ങൾ കർത്താവെ ഒന്നായി തീർന്നിരിക്കുകയാണല്ലോ. ഇന്ന് പകൽക്കാലം ഞങ്ങൾ ഒരുമിച്ച് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തില് അവർ ഇരുവരെ ഞങ്ങൾ അനുഗ്രഹിക്കുകയാണ് കർത്താവേ. അബ്രഹാമിനെയും ഇസ്ഹാക്കിനെയും യാക്കോബിനെയും അവരുടെ കുടുംബങ്ങളെയും അവരെ അനുഗ്രഹിച്ച് അവർ വാദിച്ച ദൈവം ഈ പ്രിയപ്പെട്ടവരെ സ്വർഗത്തിലെ സകല നന്മകളാൽ ദൈവം നിറയ്ക്കുമാറാകണം. അനുഗ്രഹിക്കപ്പെട്ട തലമുറകളെ കൊടുത്തുവരെ ദൈവം മാനിക്കുമാറാകണം. ഈ കുടുംബം ദൈവത്തിനും ദൈവസഭയ്ക്കും അവൻ ദൈവനാമത്തിനും ദേശത്തിനും അനുഗ്രഹമായി മാറുവാൻ സ്വർഗവഴിയാക്കണമെന്നൊക്കെ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് പകൽക്കാലം സ്വർഗം അവരെ മാനിച്ചിരിക്കാൻ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. അവരൊരു പ്രാവശ്യം കൂടെ അവിടുത്തെ കരങ്ങളിലേക്ക് അവരെ സമർപ്പിക്കുകയാണ്. സകല മഹത്വവും പുകഴ്ചയും അവിടത്തേക്ക് യേശുവിൻ പുനഃനാമത്തിൽ ചോദിക്കുമ്പോൾ കേൾക്കണമേ സ്വർഗസ്ഥ നല്ല പിതാവേ. സ്നേഹിക്കുന്ന സഹോദരൻ ഷാജി വളരെ രോഗത്തിലായി ഈ ശുശ്രൂഷ കാണുമോ എന്ന് പോലും ചിന്തിച്ച സമയമുണ്ടായി. ഒരു ദിവസം സുഖി കരഞ്ഞുകൊണ്ട് എന്നോട് ഫോൺ വിളിച്ച് പറഞ്ഞു, ഭാഷയെ ഡോക്ടർ പറഞ്ഞു ഇനി ഒന്നും ചെയ്യാൻ ഒക്കത്തില്ല. വളരെ നിരാശയായ സമയമായിരുന്നു. കണ്ണുനീർ കാണുന്ന ദൈവം ആരോഗ്യവാനായിട്ട് സന്തുഷ്ടനായിട്ട് ഈ നന്മകൾ കാണുവാൻ പ്രിയമകനെ കർത്താവ് ആരോഗ്യത്തോടെ നമ്മുടെ മധ്യത്തിൽ കൊണ്ടുവന്നു പൂർണ്ണ ആരോഗ്യവാനായി സകല മഹത്വവും കർത്താവിന് അർപ്പിക്കുകയാണ്. യോഗ്യൻ കർത്താവാണ്. ദൈവത്തിന് असाध्यമായിട്ടൊന്നുമില്ല. मैं आप सबों को दिल की गहराई से धन्यवाद देना चाहता हूँ. मैं माफी चाहता हूँ. मैं हिंदी तो मलयालम से भी मेरा फ्लुएंट है, लेकिन परिवार की बाकी लोग गांव में हैं उनके लिए हमारी आज की पूरी सेवा हमने मलयालम भाषा में किया और अपने सरकार दिया. दिल की गहराई से धन्यवाद देता हूँ. बाकी समय मैं टेडस के हाथ में देता हूँ और समाप्ति की ओर हम आगे बढ़े. कुछ ही क्षण में 1-5 मिनट में खत्म है. ശ്രേഷ്ഠമായ ശുശ്രൂഷയുടെ ഭാഗമാകുവാനായിട്ട് ദൈവം ഞങ്ങളെയും സഹായിച്ചതോർത്ത് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. പ്രിയ ഷൈജാനെയും കുടുംബവും വളരെ ദീർഘവർഷങ്ങളായിട്ട് പരിചയമുണ്ട്. പ്രിയ ജീവിതത്തിന് വേണ്ടി ഒക്കെ വളരെയധികം പ്രാർത്ഥിക്കുവാനും പ്രിയ കുഞ്ഞുങ്ങളുടെ ഭാവിയൊക്കെ ഇത്രത്തോളം അനുഗ്രഹിക്കപ്പെടുന്നത് കാണുവാൻ ദൈവം ഞങ്ങളെ സഹായിച്ചതോർത്ത് സ്തോത്രം ചെയ്യുന്നു. ഒരുപാട് കാര്യങ്ങൾ പറയണമെന്നുള്ള ആഗ്രഹമുണ്ടെങ്കിലും വാക്കുകൾ ദീർഘിപ്പിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. പ്രിയ കുഞ്ഞുങ്ങളുടെ കുടുംബജീവിതം ഏറ്റവും ധന്യമായി അനുഗ്രഹമായി തീരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ആശംസയോടെ എല്ലാവിധ ആത്മീയ ഭൗതികമായ നന്മകളും നൽകി കുടുംബജീവിതത്തെ ധന്യമാക്കി തീർക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ എൻ്റെ കുടുംബത്തിൻ്റെയും സുഹൃത്തെ ഷാരോൺ ഫിറോസ് ചർച്ചിൻ്റെയും നാമത്തിലുള്ള എല്ലാ അനുഗ്രഹങ്ങളും ആശംസകളും നേർന്നുകൊണ്ട് വാക്കുകളെ ചുരുക്കുന്നു. ദൈവമായ കർത്താവ് സഹായിക്കട്ടെ. സ്തോത്രം.
टीजी वर्गीय संघटने सुषमा आंटी ना मदर पिंकी। मैंने सोचा भी नहीं होगा मैं स्टेज में आके तेरे बारे में बात करूँगा, बराबर ना? तो पिंकी मतलब मेरी है मेरी नोरू ഭയങ്കര പാവം കുട്ടിയാണ്, ഉറങ്ങുമ്പോൾ മാത്രം. പിന്നെ मेरे को अभी जिनिक भाई का हाल क्या है मेरे को पता नहीं, क्या होगा आगे से. अभी घर पे क्या होगा क्या हाल होगा मेरे को पता नहीं, आगे देखा जाएगा क्या होगा. अभी शादी हुआ है तो फिर ज़्यादा कुछ बोलना नहीं चाहता हूँ. मेरी एकदम फ्रेंडली है, बहुत फ्रैंक है. हम लोग जो भी बात करना है बहुत आराम से शेयर कर सकते हैं मेरे से. और जो भी इधर जो भी मैंने सब कुछ बोला उस जोक के लिए वो है तो समझ जाएगी. और ये जो सरप्राइज शायद तेरे लिए सरप्राइज होगा. मैंने जो बात किया जिनिक भाई ने मेरे को बोला कि ऐसा एक इंट्रोडक्शन देने के लिए, और कुछ ज़्यादा कुछ बोलना नहीं चाहता हूँ, बस. थैंक यू. Greetings to one and all present here in the name and Savior Jesus Christ, Lord Jesus Christ. ये बहुत सही बात बोली राजू पास्टर अंकल ने कि जिनेट को कभी भी ऐसे 5 मिनट से ज्यादा अपने बैठते हुए नहीं देख सकते. जिनेट को भंगरी बहुत है जो बोलते हैं हिंदी में, वो कभी भी एक जगह पे नहीं बैठा जा सकता. बट जिनेट से स्टार्ट करने से पहले अभी बैठ जाए. जिनेट के बारे में बोलने से पहले मुझे 2 बहुत इंपॉर्टेंट लोगों के बारे में बोलना है. वन इज क्राइस्ट, नो डाउट. क्राइस्ट इज द पिलर and prayer is a pillar for every home that is built. उससे पहले मैं अपचन अम्मची हमारे that is शाजी पापन्स, my beloved शाजी पापन्स father and mother बहुत स्ट्रगल किया है उनके 6 बच्चों के लिए. बहुत आग्रह था सबको, बहुत इच्छा था सबको कि वो इधर आए. जिनकी शादी यानी हम सब के लिए, all beloved sisters and brothers के लिए एक बड़ा ड्रीम था. But due to this pandemic, anyway, God will make a way, and He has made a way. शादी हो गई, congratulations. But back to my words, अपचन और अम्मची के blessings के वजह से आंटी और पापा ने बहुत स्ट्रगल किया. ये जो कुछ जिनेट, जिशा, जूली की ब्लेसिंग है, it is all because of their parents' blessing. एंड उपापन अभी थोड़े दिन पहले जैसे राजू पास्टर अंकल ने बोला उपापन बीमार थे. आंटी और उपापन का सबसे बड़ा ड्रीम था ये शादी, बट वो शादी पॉसिबल इसीलिए हुआ बिकॉज जिनेट का डिटर्मिनेशन था. गॉड विल मेक अ वे. एंड दूसरी बात, जिनेट के सिस्टर्स मैं बहुत वो लोग जहाँ पर भी है, दे आर वॉचिंग अस ऑनलाइन, बट दे आर वेरी, दे मे बी सैड एंड दे आर हैप्पी बिकॉज गॉड हैज provided them to watch online. But वो लोग थोड़ा दुखी हो गए कि वो इधर नहीं है. But on behalf of entire family, मैं one by one, sorry, I'll take 2 minutes and name each and every one of our Kalkutil family, starting from the biggest sister of Shaji Baban, Leela Mama and family, Vinod Chajan, Leela Chajan and family, Susan Mama and family, their son Vijay Chajan, Suji Chechi, Velli Papa and family who's in Kerala, Vinci Chechi, Bibina Chajan, Shaji, my father is here to grace this occasion, but my elder sister, Chechi Reba and family who's in London, then Shaji Papan, I'll speak about Jisha and Julie later, Shaji Papan, then comes Reggie Papan who's in America and with his son, Jaswin and Jeffin. On behalf of your brothers and sisters, I am wishing you all the very best. And especially Jisha, Vaijvaya, Dennis, Julie and Blessing. Wishing you all the very best. Be transparent, be faith, build your house on the pillar of Christ and Savior. Thank you. ജിനറ്റിന്റെയും അതുപോലെ മെറിന്റെയും ഷാജിയോടുള്ള ബന്ധത്തിൽ കടന്നു വന്ന് അവരെ ദൈവം അനുഗ്രഹിക്കട്ടെ ആ ആശംസയെ നൽകുവാൻ തക്കവണ്ണം കർത്താവിന്റെ ഇടയാക്കിയതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് ഈ പ്രിയ പൗരവുമായിട്ടുള്ള ബന്ധം എൻ്റെ ഗ്രാൻഡ് ഫാദർ മുതൽ ഉള്ള ഒരു ബന്ധമാണ്. ഞങ്ങൾ ഒരു നാട്ടുകാരാണ്, ഒരു സ്ഥലത്ത് വളർന്നവര്, അതുപോലെ തന്നെ ഒരു സ്കൂളിൽ പഠിച്ചവര്, അങ്ങനെ അവരുടെ കുടുംബവുമായി ബന്ധപ്പെട്ട എല്ലാവരെയും പിതാക്കന്മാർ മുതൽ അവരുടെ എല്ലാ സഹോദരങ്ങളെയും അറിയുവാനും ബന്ധപ്പെടുവാനും ഒക്കെ ഇടയായിട്ടുണ്ട്. അതുപോലെ പ്രിയ കുഞ്ഞുങ്ങളുടെ വിവാഹത്തെ
വിവാഹത്തോടുള്ള ബന്ധത്തിൽ കടന്നു വരുവാനും ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ എന്നുള്ള ആശംസ അറിയിക്കുവാനും ദൈവം എന്നെ ഇടയാക്കിയതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് വലിയവനായ ദൈവം അവരെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിച്ച് അവരുടെ കുടുംബജീവിതം ഏറ്റവും ധന്യമായി തീരുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കാരണം बहुत दिनों से हम प्रार्थना करके आ रहा था इसे संगति के लिए. शायद मैंने 1.5 साल से 2019 से लेकर प्रार्थना कर रहा इसका शादी के लिए बहुत दौड़ किया है, मगर इसने चुन के लेके आया. पिछले 6 महीने से फरवरी 23 तारीख से हम इसको देखकर हम इन दोनों परिवार के लिए प्रार्थना कर, उसके पहले ना देखते हुए इसके लिए हम प्रार्थना कर रहा था. क्योंकि हमारे परमेश्वर के दास में बताया गया है जब बच्चे का शादी होने से 5-6 साल से पहले से प्रार्थना करना, उसके अनुसार हम पहले से इसके लिए प्रार्थना करके आ रहा था. आज एक अच्छा संगति परमेश्वर दिया इसे शादी में विवाह में हमको भाग लेने के लिए. దేవుని తుడికాడి దేవుని స్తుతికి స్తోత్రం చేయను. എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന കർത്തവ്യം എന്ന് പറയുന്നത് എല്ലാവരും നന്ദി അറിയുക. सबको धन्यवाद देने के लिए परमेश्वर ने ये अवसर मुझे दिया है. सबसे पहले परमेश्वर को मैं धन्यवाद देना चाहता हूँ. ऐसे संगति हमारे जीवन में परमेश्वर ने दिया जिन्हें और के पारिवारिक जीवन आज से शुरू करने के लिए परमेश्वर ने कृपा किया. अच्छा एक दिन में हम सोचा था, बहुत देर सोच हमारा है पर परमेश्वर का सोच ही अंत में पूरा हो जाता है. हम केरला में शादी विवाह रखने के लिए सोचा था पर केरला में न हो पाया. फिर हमने दूसरे हॉल बुकिंग किया, मगर परमेश्वर ने जिसको अपना प्रेम रखने वाला लोगों के लिए उत्तम से उत्तम चुना हुआ है. बहुत बार हमारे जीवन में अनुभव करने के लिए परमेश्वर कृपा किया है, इसलिए परमेश्वर को धन्यवाद देना चाहता हूँ. उसके बाद അതിനുശേഷം ഞാൻ നന്ദി അറിയിക്കേണ്ടത് മെറിനെ ജിനിറ്റിനെയാണ്. അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടപ്പെട്ടില്ലായിരുന്നെങ്കിൽ ഇന്ന് നമുക്ക് ഇങ്ങനെ ഒരു കൂട്ടായ്മ ലഭിക്കത്തില്ലായിരുന്നല്ലോ. പരസ്പരം നിങ്ങൾ രണ്ടുപേരും ഇഷ്ടപ്പെട്ടതിനാൽ ആദ്യമായി നിങ്ങൾ രണ്ടുപേരെയും ദൈവസന്നിധിയിൽ ഞങ്ങൾ നന്ദി അറിയിക്കുന്നു. ഇങ്ങനെ ഒരു മുഹൂർത്തം എനിക്കും അതുകൊണ്ട് ലഭിച്ചു. അതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നിങ്ങളെ രണ്ടുപേരെയും ദൈവം നിങ്ങളുടെ കുടുംബ ജീവിതത്തെ അനുഗ്രഹിക്കട്ടെ. അതിനുശേഷം നന്ദി പറയാനുള്ളത് ഞങ്ങൾ ദൈവദാസനെയാണ്. ഞങ്ങൾക്കൊരു ആത്മിക ഗുരു, ഒരു ദൈവദാസ്, അതിനേക്കാൾ അപ്പുറമായിട്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ ദൈവദാസൻ വെറും ഒരു പാസ്റ്റർ എന്നുള്ള രീതിയിലല്ല, അതിനേക്കാൾ അപ്പുറമായിട്ട് ഞങ്ങളുടെ ജീവിതത്തിലെ, ഞങ്ങളുടെ കുടുംബത്തിന്റെ വ്യക്തിപരമായ ജീവിതത്തിലും ആത്മീയ ഭൗതികമായ എല്ലാ ജീവിതത്തിലും ഞങ്ങൾ ഇന്നിവിടെ നിൽക്കുവാൻ ഒരു കാരണമെന്ന് പറയുന്നത് ഞങ്ങളുടെ ദൈവദാസനാണ്. ഞങ്ങളുടെ ദൈവദാസനോട് കുടുംബത്തോടുമുള്ള നന്ദി ഞങ്ങൾ അറിയിക്കുന്ന ഈ സമയം എന്റെ വ്യക്തിപരമായ രീതിയിലും व्यक्तित्व से परिवार की तौर से मैं आपको मैं दिल से मैं धन्यवाद देना चाहता हूँ. उसके बाद हमारा टाइटस भाई, वो भी सब परिवार में टाइटस भाई को भी धन्यवाद देना चाहता हूँ. आपने जो कुछ तैयारी किया है, हमारा इंट्रोडक्शन दिया, सब कुछ आपने जो कुछ किया है, आपको भी आपका परिवार के साथ बेबा को भी मैं धन्यवाद देना चाहता हूँ. आपने जो कुछ अपना भाई समझकर, अपना बड़ा भाई जो कुछ समझकर जो कुछ आपने किया है, सबको परमेश्वर आने वाले दिनों में आशीष से भरे, ये हमारी प्रार्थना है. हालेलुया. और हमारा इधर इधर आया हुआ सभी परमेश्वर का दास लोगों को, विजय पास्टर, विक्रम भाई, अनिल पास्टर, जो भी पास्टर, जो कोई ഇവിടെ കടന്നു എല്ലാ ദൈവദാസന്മാരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. आप लोग सबका आना, आपका प्रार्थना, जो कुछ आपने दिल से जो कुछ किया है, सबके लिए हम परिवार की ओर से, व्यक्तिगत तौर से आपको हम धन्यवाद देना चाहता हूँ. हालेलुया. और जो कोयर टीम के लिए हम धन्यवाद देना चाहता हूँ. इतना जल्दी कैसे कोयर टीम, वो भी मलयालम में गीत गाया, मैं भी आश्चर्य हो गया कैसे मलयालम गीत गाया. आपको भी, आप लोगों को भी धन्यवाद देना चाहता हूँ. उसका पीछे काम करने वाला जो साउंड सिस्टम, जो कोई उसका पीछे, आप लोगों सबको मैं प्रभु यीशु मसीह के नाम में और मेरा व्यक्तिगत तौर से और परिवार के तौर से आप लोगों को भी मैं धन्यवाद देना चाहता हूँ. और हमारा प्रिय भाई, हमारा वीडियोग्राफर, जो कुछ भी हो वीडियो का माध्यम से, जो कुछ ऑनलाइन के द्वारा जो कुछ आप लोगों ने किया है, कुछ भी हो, अपना धंधा बिजनेस कुछ भी उससे बढ़कर भाई समझकर जो कुछ आपने किया है, आप लोग सबको हम तहे दिल से धन्यवाद देना चाहता हूँ. और हमारा ये मेगा ये हॉल का लोगों से आप लोग का जो मैनेजमेंट है, आप लोगों को भी मैं धन्यवाद देना चाहता हूँ. आप लोगों ने हमको इतना जल्दी, हम सोचा भी नहीं था ऐसे की जगह पे आकर ऐसे जगह मिलेगा. आप लोगों ने जो कुछ हमारे लिए तैयार करके दिया है, जो कुछ स्वीकार किया है, सबको हम मेरे व्यक्तिगत तौर से और परिवार के तौर से मैं आपको धन्यवाद देना चाहता हूँ. और उसके बाद अच्छा भोजन के लिए भी तैयारी है.
भोजन तो मैं चक्कर नहीं देखा, फिर भी विश्वास के साथ आप लोगों ने जो कुछ बनाया है उसका आगे का सब कार्यक्रम अच्छा बना दिया, तो वो भी अच्छा रहेगा। विश्वास के आप लोगों को भी मैं धन्यवाद देना चाहता हूँ। और हमारा, और यदि कोई और हमारे दोनों परिवार के लोगों से, और मैं जिनेट का मम्मी पापा को भी धन्यवाद देना चाहता हूँ, और मेरे का भी मम्मी पापा और दोनों का परिवार का जो लोग इधर आया है सभी को प्रभु यीशु मसीह के नाम में मैं आपको मेरे व्यक्तिगत तौर से और परिवार के तौर से मैं आपको धन्यवाद देना चाहता हूँ। और उससे बढ़कर हमारा जो मित्र लोग है, ഞങ്ങളുടെ കുടുംബത്തിലെ ആൾക്കാര്, സഹസംബന്ധി ആൾക്കാര്, ഇപ്പോൾ ഓൺലൈനിൽ കൂടെ ലൈവിൽ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരോടുള്ള നന്ദി ഈ സമയം അറിയിക്കുന്നു. നിങ്ങൾക്ക് ഞങ്ങൾക്കറിയാം കടന്നു വരുവാൻ ഒരു പക്ഷെ സാധിച്ചില്ല എങ്കിലും നിങ്ങളുടെ പ്രാർത്ഥന വർഷങ്ങളായിട്ട് മാസങ്ങളായിട്ട് നിങ്ങളെല്ലാം പ്രാർത്ഥിച്ചതിന്റെ ഉത്തരം ദൈവം നമ്മുടെ കണ്ണു മുമ്പിൽ തന്നു. അങ്ങനെ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളോട് എല്ലാവരോടുള്ള നന്ദിയും കടപ്പാടും ഈ സമയത്ത് ഞാൻ അറിയിച്ചുകൊള്ളുന്നു. और एक शब्दों को मैं बोलकर मैं बंद करना चाहता हूँ। हमारा मसीह जीवन में, हमारा कलीसिया में जो कुछ आराधना हो, जो कुछ भी अच्छा पसंद होता है, उसके बीच में हमारा यीशु मसीह का नाम को ऊंचा करना है। आज जैसे परमेश्वर के दास ने मलयालम में बोला था, जो जिनेट भाई का पिताजी के बारे में बताया था, ऐसी बीमारी हुआ था उसका जीवन में, बच नहीं सकता है, ये शादी विवाह नहीं देख सकता है, ऐसे सोच चिंताओं में बैठा था। मगर हमारे इसे परमेश्वर है प्रार्थना सुनने वाला परमेश्वर। यदि मैं इधर बैठने वाला आप लोग से कहना चाहता हूँ, यदि पहली बार शायद आप लोग सोचेंगे ऐसे विवाह पहली बार आप देखा है, मैं पहली बार सुनने वाले लोगों से इस बातों को कहना चाहता हूँ। शायद हम ऐसे बोल सकता है इसका शादी केरला में होना था, शायद हम बोल सकता है वकीलवाड़ी में होना था, मगर इधर होने का परमेश्वर का एक योजना है। शायद आप लोग पहली बार परमेश्वर के, इस परमेश्वर का प्रार्थना सुनने वाला ऐसे परमेश्वर के बारे में हम सुनता हो। देखो शादी भाई आप भी बैठा है, तो लोग कह सकता है ये बातें असंभव है, लोग कह सकता है ये बीमारी ठीक नहीं होएगा, पर हमारा परमेश्वर प्रार्थना सुनने वाला परमेश्वर है। यदि इधर बैठने वाला कोई भी व्यक्ति कोई भी चिंताओं में है, मैं आप लोग से कहना चाहता हूँ ये प्रार्थना सुनने वाले परमेश्वर है। उस परमेश्वर के कृपा के अनुसार ऐसे के संगति परमेश्वर ने हमारे जीवन में दिया, इसलिए मैं सबको मैं धन्यवाद देना चाहता हूँ। हमारा परमेश्वर महान परमेश्वर है। ऐसे അവസരം തന്ന എല്ലാവരോടും ഒരിക്കൽ കൂടി ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് എന്റെ വ്യക്തിപരമായ ജീവിതത്തിലും ഞാൻ ഇതൊന്നുകൂടെ പറയുന്നു, എന്റെയും എന്റെ കുടുംബം ബിജി പരിവാരക്ക് തോർച്ച് ഞങ്ങൾ കുടുംബമായിട്ട് നിങ്ങളെ അനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. നിങ്ങളും വരും തലമുറയ്ക്ക് തന്റെ സഹോദരങ്ങളുടെ മധ്യത്തില്, ചാർച്ചക്കാരുടെ മധ്യത്തില്, ബന്ധുമിത്രാദികളുടെ മധ്യത്തില്, സുഹൃത്തുക്കളുടെ മധ്യത്തില് ഒരു അനുഗ്രഹിക്കപ്പെട്ട കുടുംബം നയിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ കർത്തവ്യത്തിൽ നിന്ന് വിരമിക്കുന്നു. धन्यवाद परमेश्वर पिता प्रभु जी। राजा हम आपकी स्तुति और आपकी महिमा करते हैं। आज का दिन प्रभु परमेश्वर पिता अपने प्रभु जी दोनों परिवार में दिया, और आज प्रभु परमेश्वर आपकी अद्भुत उपस्थिति में संतों के द्वारा पवित्र विवाह को संपन्न करने के लिए अपना अनुग्रह किया, और आपकी अद्भुत अगुवाई के लिए, आपकी अद्भुत उपस्थिति के लिए राजा हम आपकी स्तुति और आपकी महिमा करते हैं। आज प्रभु परमेश्वर एक नए परिवार की स्थापना करने के लिए जो सहायक के लिए धन्यवाद। तो उस परिवार को हम आशीषित करते हैं, और प्रभु परमेश्वर परिवार उनका भविष्य आशीषित होने पाए, आपका महिमा का कारण बनने पाए, जिससे प्रभु परमेश्वर उस परिवार के द्वारा असंख्य लोग प्रभु परमेश्वर आपके नाम की महिमा करने पाए, ऐसा होने दो, ऐसे मेरी प्रार्थना है। साथ ही प्रभु जिस पवित्र विवाह में आए हुए तमाम भाई बहनों को भी हम आपके हाथ में सौंपते हैं, दोनों परिवारों को आपके हाथ में सौंपते हैं, मित्रों को आपके हाथ में सौंपते हैं, संतों भक्तों सभी को प्रभु जी यहाँ तक परमेश्वर आपके अद्भुत उपस्थिति में रहकर प्रभु जी अपने अगुवाई के लिए धन्यवाद, आपकी स्तुति और आपकी महिमा करते हैं। और प्रभु फिर से एक बार प्रभु जी इस युगल को आपके हाथ में सौंप देते हैं। आगे के तमाम कार्य हमारे तमाम के साथ संग होकर प्रभु जी पिता पवित्र आत्मा और पुत्र अलौकिक रीति में आगे के तमाम कार्य में वापस ना मिले तब तक आप ही प्रभु सभी को दो रोज चलाए। प्रार्थना यीशु मसीह के नाम से मांगते हैं, आमीन। परमेश्वर पिता का प्रेम, पवित्र आत्मा की संगति इस युगल परिवार के साथ और उपस्थित सभी परमेश्वर के लोगों के साथ यीशु मसीह के आने तक हमेशा हमेशा होती रहे, आमीन. നമ്മുടെ കാലം വളരെ ഭംഗിയായിട്ട് വിവാഹത്തിലൂടെ നടക്കാൻ ദൈവം അവസരം നൽകിയാൽ എല്ലാവരോടുള്ള പ്രത്യേകമായി നന്ദി അറിയിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളെ വിഷ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഇതിൻ്റെ റിസപ്ഷൻ ഉണ്ട്, ബാക്കി ലേറ്റസ്റ്റ് ആയിട്ട് ഇൻഫർമേഷൻ दिया जाएगा.
നേടുവാൻ ഞാനുമെൻ കുടുംബവും എന്തുള്ളൂ. ഇത്രത്തോളം എന്നെ കൊണ്ടുവന്നിടുവാൻ ഞാനുമെൻ കുടുംബവും എന്തുള്ളൂ. ഇത്ര നന്മകൾ ഞങ്ങളനുഭവിപ്പാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. ഇത്ര നന്മകൾ ഞങ്ങളനുഭവിപ്പാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. ഇത്രത്തോളം എന്നെ ആഴമായി സ്നേഹിപ്പാൻ ഞാനുമെൻ കുടുംബവും എന്തുള്ളൂ. ഇത്രത്തോളം എന്നെ ആഴമായി സ്നേഹിപ്പാൻ ഞാനുമെൻ കുടുംബവും എന്തുള്ളൂ. ഇത്ര ശ്രേഷ്ഠമായതെല്ലാം തന്നിടുവാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. ഇത്ര ശ്രേഷ്ഠമായതെല്ലാം തന്നിടുവാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. ഇത്രത്തോളം എൻ്റെ ഭാവിയെ കരുതാൻ ഞാനുമെൻ കുടുംബവും എന്തുള്ളൂ. ഇത്രത്തോളം എൻ്റെ ഭാവിയെ കരുതാൻ ഞാനുമെൻ കുടുംബവും എന്തുള്ളൂ. ഇത്രത്തോളം എന്നെ അത്ഭുതമാക്കുവാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. ഇത്രത്തോളം എന്നെ അത്ഭുതമാക്കുവാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. ഇത്രത്തോളം എന്നെ ധന്യനായി തീർക്കുവാൻ ഞാനുമെൻ കുടുംബവും എന്തുള്ളൂ. ഇത്രത്തോളം എന്നെ ധന്യനായി തീർക്കുവാൻ ഞാനുമെൻ കുടുംബവും എന്തുള്ളൂ. ഇത്രത്തോളം എന്നെ കാത്തു സൂക്ഷിക്കുവാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. ഇത്രത്തോളം എന്നെ കാത്തു സൂക്ഷിക്കുവാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. ഇത്രത്തോളം എന്നെ കൊണ്ടുവന്നിടുവാൻ ഞാനുമെൻ കുടുംബവും എന്തുള്ളൂ. ഇത്ര നന്മകൾ ഞങ്ങളനുഭവിപ്പാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ.
How are you guys? It's your big day. You guys must be so very happy. We wish you all the best, and may God bless your family life and grant you your wishes and help you to grow in Him every day. May your family life be useful to many, and our prayers and love are always with you. Best wishes from Binsi Didi, Binu Bhaiya, Sarah, Paul, Ruby, Rejoice and Abigail from Toronto, Canada. Take care. God bless you. Hi Marin, how are you? Hi dear, best wishes on this wonderful journey as you build your lives together. God bless you. I wish you lots of love, joy, congratulations on your wedding. All the best. Love you. Hey Marin, hi, this is Kevin here. Wishing you a lifetime of love and happiness. May the years ahead be filled with lasting joy. Wishing you a blessed married life. Happy married life, Marin and Jirit. God bless you. They say, oh my God, I see the way you shine. Take your hand, my dear, and place them both in mine. You know you stopped me dead while I was passing by. And now I beg to see you dance just one more time. Ooh, I see you every time. And oh my, I like your style. You make me wanna cry. And now I beg to see you dance just one more time. So they say, dance for me, dance for me, dance for me, oh, oh. I never seen anybody do the things you do before. They say, move for me, move for me, move for me, eh, eh. And when you're done, I'll make you do it all again. I said, oh my God, I see you walking by. Take my hands, my dear, and look me in my eyes. Just like a monkey, I've been dancing my whole life. But you just beg to see me dance just one more time. Ooh, I see you every time. And oh my, I like your style. You make me wanna cry. And now I beg to see you dance just one more time. So they say, dance for me, dance for me, dance for me, oh, oh. I never seen anybody do the things you do before. They say, move for me, move for me, move for me, eh, eh. And when you're done, I'll make you do it all again. They say, dance for me, dance for me, dance for me, oh, 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 oh. I never seen anybody do the things you do before. They say, move for me, move for me, move for me, eh, eh. And when you're done, I'll make you do it all again. Dance for me, dance for me, dance for me, oh, oh. I never seen anybody do the things you do before. They say, move for me, move for me, move for me, eh, eh. And when you're done, I'll make you do it all again. They say, dance for me, dance for me, dance for me, oh, 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 oh. I never seen anybody do the things you do before. They say, move for me, move for me, move for me, eh, eh. And when you're done, I'll make you do it all again. It's been 24 hours, I need more hours with you. We spent the weekend getting even, ooh.
spent the late nights making things right between us. But now it's all good, babe. Roll that backward, babe, and play me close. Cause girls like you run around with guys like me till sundown. When I come through, I need a girl like you, yeah, yeah. Girls like you love fun and yeah, me do what I want. When I come through, I need a girl like you, yeah, yeah. Yeah, yeah, yeah. Yeah, yeah, yeah. I need a girl like you, yeah, yeah. Yeah, yeah, yeah. Yeah, yeah, yeah. I need a girl like you. I spent last night on the last flight to you. I took a whole day up, trying to get way up. Ooh. We spent the daylight trying to make things right between us. And now it's all good, babe. Roll that backward, babe, and let me close. Cause girls like you roll around with guys like me till sundown. When I come through, I need a girl like you, yeah, yeah. Girls like you love fun and yeah, me do what I want. When I come through, I need a girl like you, yeah, yeah. Yeah, yeah, yeah. Yeah, yeah, yeah. I need a girl like you, yeah, yeah. Yeah, yeah, yeah. Yeah, yeah, yeah. I need a girl like you, yeah, yeah. I need a girl like you, yeah, yeah. I need a girl like you. Maybe it's 6:45. Maybe I'm barely alive. Maybe you're taking my shit for the last time, yeah. Maybe I know that I'm drunk. Maybe I know you're the one. Maybe I'm thinking it's better if you drive. Oh, cause girls like you run around with guys like me till sundown. When I come through, I need a girl like you, yeah. Cause girls like you run around with guys like me till sundown. When I come through, I need a girl like you, yeah, yeah. Girls like you love fun, yeah, me do what I want. When I come through, I need a girl like you, yeah, yeah. Yeah, yeah, yeah. Yeah, yeah, yeah. I need a girl like you, yeah, yeah. Yeah, yeah, yeah. Yeah, yeah, yeah. I need a girl like you. തിന്നൽ വിരലാൽ മെല്ലെ തഴുകും മേലെ മേയും നീലമുകിലും നിൻവേലി നാളിൽ ചേർന്നലിയേ തങ്കക്കസവിൽ തിങ്കൾ കലയോ പയ്യെ പയ്യെ എൻ പൂത്തുമ്പി പെണ്ണും തഞ്ചി തഞ്ചി നൂറിഷ്ടങ്ങൾ കുഞ്ചി പുഞ്ചിരി താരങ്ങൾ പൂത്തിടും രാവെത്തി കൂടെ പോരുകില്ലേ പയ്യെ
ഇപ്പോഴെന്തു ചെയ്യേണ്ടു യേശുപരാ നീ കൊണ്ടെന്റെ ഉള്ളം നിറയുന്ന സന്നാഹമോടെ സ്തുതി പാടിടുന്നേ ദേവസന്നാഹമോടെ സ്തുതി പാടിടുന്നേ മന്നീതീരടിയാ ജീവിക്കും നാളെല്ലാം വന്നേനം ചെയ്യും തിരുനാമത്തിലോ ദേവസന്നേനം ചെയ്യും തിരുനാമത്തിലോ എന്നോടുള്ള നിസ്സർവ നന്മകൾക്കായി ഞാൻ എന്തോ ചെയ്യേണ്ടു നിനക്കേശുപരാ ഇപ്പോഴെന്തോ ചെയ്യേണ്ടു നിനക്കേശുപരാ. നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും ദൈവത്തോട് ആലോചന ചോദിക്കുകയും ചെയ്ത എല്ലാ വിഷയങ്ങളിലും നമ്മൾ ചോദിച്ച് നിന്നതിനേക്കാൾ അപ്പുറമായി ദൈവം നമുക്ക് വേണ്ടി വഴികളെ തുറന്നു. ഇന്ന് പകൽക്കാലം നമ്മുടെ മാസങ്ങൾക്ക് മുമ്പ് തീരുമാനിച്ച പോലെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിവാഹം ഏറ്റവും മനോഹരമായി സന്തോഷമായി മംഗളമായി തീരുവാൻ ദൈവം കൃപ തന്നതിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. 127-28 സംഘത്തിനങ്ങൾ ഞാൻ ഈ സമയം വായിക്കുന്നതായിരിക്കുന്നു. യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ അധ്വാനിക്കുന്നു. യഹോവ പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാരൻ ജാഗരിക്കുന്നു. നിങ്ങൾ അധികാരത്തിൽ എഴുന്നേൽക്കുന്നതും നന്നാ താമസിച്ച് ഇറക്കാൻ പോകുന്നതും കഠിന പ്രയത്നം ചെയ്ത് ഉപജീവനം കഴിക്കുന്നതും വ്യക്തമത്രേ. തൻ്റെ പ്രിയനോ അവനത് തുടക്കത്തിൽ കൊടുക്കുന്നു. മക്കളെ പോവാൻ നൽകുന്ന അവകാശവും പുത്രബലവും തരുന്ന പ്രതിഫലവും തന്നെ. വീരന്റെ കയ്യിലെ അസ്ത്രങ്ങൾ എന്ന പോലെ അങ്ങനെയാകുന്നു യൗവനത്തിലെ മക്കൾ. അവയെ കൊണ്ട് യാവനാഴിക നിറയ്ക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. നഗരവാതിൽ കുറിച്ച് ശത്രുക്കളോട് സംസാരിക്കുമ്പോൾ അങ്ങനെയുള്ളവർ രക്ഷിച്ചു പോകുകയില്ല. യഹോവയെ ഭയപ്പെട്ട് അവന്റെ വഴിയിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും. നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്തെ ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവതയിൽ പോലെയും ഇരിക്കും. യഹോവ ഭക്തനായ പുരുഷനെ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെടും. യഹോവ സിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കും. നിന്റെ ആയുഷ്കാലമൊക്കെയും നീ യെരൂശലേമിന്റെ നന്മയെ കാണും. നിന്റെ മക്കളെയും നീ കാണും. ഇസ്രായേലിന്മേൽ സമാധാനം ഉണ്ടാകുമാറാകട്ടെ. ദൈവത്തിന്റെ വാഗ്ദത്തമാണ്. കുടുംബത്തിലുള്ള ബന്ധത്തിലും കുടുംബത്തിന്റെ നിലനിൽപ്പിനുള്ള എല്ലാ ആശീർവാദങ്ങളും ഈ വചനങ്ങൾ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. ആ സർവാശീർവാദങ്ങളും കുഞ്ഞുങ്ങളുടെ മേലെ എന്നും എപ്പോഴും ഉണ്ടായിരിക്കുവാൻ ദൈവത്തിന്റെ സകല അനുഗ്രഹങ്ങളും അവർ പ്രാപിച്ചെടുക്കുവാൻ അവരുടെ ജീവിതം മുഴുവൻ ഞങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ കർത്താവുമായിട്ടുള്ള അഭേദ്യ ബന്ധത്തിൽ ദിനം പ്രതി വർദ്ധിച്ചു വരുവാൻ സർവ്വകൃപാലുവായ ദൈവം ഇടയാക്കി തീർക്കുന്നതിന് വേണ്ടി നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ദൈവത്തോടെ പ്രാർത്ഥിച്ച് ഒരു കൊള്ളുവിടുന്ന വത്സാട്ടിലേക്ക് പോകുന്നു. കഴിയാത്തവർ ദൈവം സഹായിക്കണം. യാതൊരു ബുദ്ധിമുട്ടും പ്രയാസവും ഉണ്ടാകാതെ സമാധാനത്തോടെ അവിടെ ചെല്ലണം. അവിടെ ആയിരിക്കുന്ന സമയങ്ങളിൽ കർത്താവിന്റെ പ്രത്യേക പ്രത്യക്ഷം ഉണ്ടായിരിക്കണം. ഇരു കുടുംബങ്ങളെയും കർത്താവ് ഇന്ന് വന്നതിലേക്കും ഓരോ ദിവസവും പുതിയ കൃപ കൊണ്ടും പുതിയ അനുഗ്രഹം കൊണ്ടും നിറച്ച് സമാധാനത്തോടെ കാക്കേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ഈ യാത്ര ചെയ്തത് എല്ലാവരെയും ദൈവം സഹായിച്ചു. ക്ഷമത്തോടെ കടന്നു വരുവാനും സമാധാനത്തോടെ എല്ലാ ശുശ്രൂഷകളും പങ്കുകൊണ്ട് സമാധാനത്തോടെ മടങ്ങിപ്പോകാൻ ദൈവം കൃപ തന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഈ സമയത്ത് പ്രാർത്ഥിച്ച് ദൈവങ്ങളിലേക്ക് ഇരുവിടങ്ങളെയും കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അൻപായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, അവിടുത്തെ പ്രിയപുത്രനും ഞങ്ങളുടെ രക്ഷകനുമായ കർത്താവായ യേശുക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ ഈ അനുഗ്രഹിക്കപ്പെട്ട സമയം കാണുവാൻ ഞങ്ങളെ ദൈവം ദീർഘായുസ്സോടെ വെച്ച് ഞാൻ സ്തോത്രം. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ ഓരോന്നും എണ്ണി ഞങ്ങൾക്ക് നന്മയായി ദൈവം നൽകുന്ന സ്തോത്രം. അവങ്കിലേക്ക് നോക്കി പ്രകാശിതരായി അവരുടെ മുകളിൽ ലജ്ജിച്ചു പോയതില്ല. എളിയവനെ വിളിച്ച് ഹോവാക്ക് ദൈവമേ, ഞങ്ങളുടെ സകല കഷ്ടങ്ങളിൽ ഞങ്ങളെ വിടുവിച്ചനാൽ ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ ആരാധിക്കുകയും ചെയ്യുന്നു. കർത്താവേ, ജിന്മന്റെയും എൽമാവുടെയും കർത്താവ് വിവാഹത്തോടുള്ള ബന്ധത്തിൽ കഴിഞ്ഞ ദിവസങ്ങൾ ഞങ്ങൾ പലവിധമായ പ്രതിസന്ധികളുടെ നടുവിലായിരുന്നു. കാലാവസ്ഥ ഞങ്ങൾക്ക് അനുകൂലമല്ലായിരുന്നു. എന്തായി തീരുമെന്ന് ഞങ്ങൾ ചിന്തിച്ച സമയങ്ങളുണ്ടായി. എന്നാൽ സ്വർഗത്തിലെ ദൈവം സകലവും ഞങ്ങൾക്ക് അനുകൂലമായി ചെയ്തു തന്ന് വളരെ മനോഹരമായി വളരെ ഭംഗിയായിട്ട് കർത്താവ് ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിലെ പ്രാർത്ഥനയോടും ആരാധനയോടും കൂടെ കർത്താവേ ഞങ്ങളുടെ വിവാഹം ഏറ്റവും മംഗളമായി നടക്കുവാൻ ദൈവം കൃപ തന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് മുതൽ സർവശക്തനായ ദൈവത്തിന്റെ കൃപ ഒരു കുടുംബ ജീവിതത്തിന്മേലുണ്ടായിരിക്കണമേ. ഈ ഇരു കുടുംബങ്ങളെയും കർത്താവേ ഈ ഭൂമിയിൽ ജീവിക്കുന്നിടത്തോളം കാലം സ്നേഹത്തിലും വിശ്വസ്തതയിലും സമാധാനത്തിലും സന്തോഷത്തിലും ദിനം പ്രതി വർദ്ധിച്ചു തരുവാൻ സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും അനുഗ്രഹിച്ചു നിറയ്ക്കണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ,
പ്രിയ കുഞ്ഞുങ്ങൾ ആരംഭിച്ചിരിക്കുന്ന കുടുംബജീവിതം കർത്താവെ ഈ ഭൂമിയിൽ അനുഗ്രഹിക്കപ്പെട്ട് തലമുറകൾ ദൈവത്തെ മാനിക്കുന്ന അനുഭവമായി തീരുവാൻ കർത്താവിന്റെ വരവ് താമസിക്കുന്നെങ്കിൽ ഈ ഭൂമിയിൽ ദൈവത്തെ ഉയർത്തുവാൻ അവരെ അനുഗ്രഹിക്കണമേ എന്ന് ദൈവത്തോടെ പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഈ സമയം ഇവിടുന്ന് മത്സരത്തിലേക്ക് യാത്ര തിരിക്കാൻ തുടങ്ങി കർത്താവിന്റെ സാന്നിധ്യം ഉണ്ടായിരിക്കണമേ. ഭവനത്തിൽ എത്തിച്ചേരുവോളം ദൈവത്തിന്റെ ദൂതന്മാർ മുൻപിലും പുറകിലും 4 വശം കാവലുണ്ടായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ എല്ലാ വഴിയിലും നിന്നെ കാക്കേണ്ടതിന് എന്റെ ദൂതന്മാരോട് കൽപ്പിച്ചിരിക്കുന്ന ദൈവമേ അവിടുത്തെ ദൂതന്മാരെ കാവലയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ധന്മകളാലും നിറയ്ക്കണമേ, അനുഗ്രഹിക്കണമേ. ഇത്രത്തോളം സഹായിച്ച ദൈവമേ പിന്നെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ മനുഷ്യരാണ്. ഞങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ദോഷങ്ങൾ വന്നുപോയിട്ടുണ്ടെങ്കിൽ ചിന്തയിലോ നോട്ടത്തിലോ വാക്കിലോ ആലോചനയിലോ പ്രവൃത്തിയിലോ നമ്മളോട് മനഃപൂർവ്വമായി ക്ഷമിക്കണമേ. അവിടുത്തെ ക്രൂശിൽ ഞങ്ങൾക്ക് വേണ്ടി ഒഴുകിയ രക്തം കൊണ്ട് ഒരു പ്രാവശ്യം കൂടെ കഴിയുകളെ ശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന് ഏറ്റവും പ്രയോജനമുള്ളവരായി ജീവിപ്പാൻ ദൈവം കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സകല മഹത്വം ഞങ്ങൾ കർത്താവിന് അർപ്പിക്കുന്നു. ഇത്രത്തോളം സഹായിച്ചതിനായ സ്തോത്രം. തുടർന്ന് ഞങ്ങളെ സഹായിക്കണമേ. പിരിയുമ്പോൾ പിരിയാത്ത കർത്താവ് കൂടെ ഉണ്ടായിരിക്കണമേ. ഞങ്ങൾ കണ്ടൊന്നിച്ച് സന്തോഷിക്കുവാൻ പിന്നെ അവസരങ്ങൾ നൽകി കർത്താവിന് വേണ്ടി ശുഷ്കാന്തിയോടുകൂടെ ജീവിപ്പാൻ കർത്താവ് കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സകല മഹത്വവും ഞങ്ങൾ അവിടത്തേക്ക് അർപ്പിക്കുന്നു. ഇത്രത്തോളം ഞങ്ങളെ സഹായിച്ചതിനായ സ്തോത്രം. പിന്നെയും മഹത്വം മുഴുവൻ കർത്താവിന് അർപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ പ്രാർത്ഥന ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദയതോന്നി കേൾക്കണം സ്വർഗ്ഗീയ പിതാവേ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിക്കുകയും വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ സഹവാസവും കൂട്ടായ്മയും ഇരുഭവനങ്ങളോടും കുഞ്ഞുങ്ങളോടും അവരുടെ ജീവിതത്തിലെ എല്ലാ വഴികളോടും കൂടെ കർത്താവിന്റെ വരവരെയും ഈ ഭൂമിയിൽ നൽകുന്ന അവസരങ്ങളൊക്കെയും കർത്താവിന് ജീവിപ്പാൻ അവിടുത്തെ നാമത്തിൽ ആയിത്തീരട്ടെ.